ചോദിച്ചാൽ പ്രാർത്ഥനയാവൂല. ശരി ശരി, അതാ ഞങ്ങളും ഈ പറഞ്ഞത്. ഇപ്പൊ നിങ്ങൾക്ക് തിരിഞ്ഞോ? അല്ലാഹു തആലയാണ് എല്ലാ സഹായത്തിന്റെയും അടിസ്ഥാനം. ആ അല്ലാഹു തആല സഹായിയായി വെച്ചു തന്നവനോട് സഹായം തേടിയാൽ അതിന് പ്രാർത്ഥന എന്ന് പറയൂല. ഞങ്ങളെ റബ്ബ് ഞങ്ങളോട് നിശ്ചയിച്ചു തന്നു, ഇന്നമാ വലിയുക്കുമുല്ലാഹു വറസൂലുഹു വല്ലദീന ആമനുല്ലദീന യുഖീമൂനസ്സലാ. നിങ്ങളെ KP മുഹമ്മദ് ബിൻ അഹ്മദ് എന്ന മൗലവിയുടെ, ഈ നാട്ടുകാരനാ നേരത്തെ പറഞ്ഞ് അവിടെ ഉണ്ടായിരുന്നു, അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ നിങ്ങൾ മറിച്ചു നോക്ക്. ആ ആയത്തിന് അർത്ഥം പറഞ്ഞത് നിങ്ങളുടെ സഹായി അല്ലാഹുവാണ്, റസൂലാണ്, മുഅ്മിനീങ്ങളാണ്. അപ്പൊ മുഅ്മിനീങ്ങൾ ഞങ്ങളെ സഹായിയാണ്. അതുപോലെ തന്നെ ഔലിയാക്കളും അമ്പിയാക്കളും സഹായിയാണെന്ന് ഖുർആൻ പറഞ്ഞാൽ ആ സഹായികളെ സഹായികളാക്കുമ്പോൾ അതെങ്ങനെ പ്രാർത്ഥനയാകും? അതാണ് ഇപ്പൊ വിഷയം. ഇപ്പൊ പഴയ തൗഹീദൊക്കെ വെട്ടിമാറ്റിയെന്ന് ഞാൻ വെറുതെ പറഞ്ഞതല്ല. ഇതൊക്കെ കേട്ടപ്പോ മടവൂരികൾ ചോദിച്ചു. അവര് പറഞ്ഞു, ഞമ്മളോടല്ലട്ട പറഞ്ഞത്, അപ്പുറത്ത് സക്കരിയനോടും ടീമിനോടും പറഞ്ഞു, നിങ്ങൾ മൊത്തം ശിർക്കിലാണ് കേട്ടോ. കേട്ടോ കേട്ടോ, നമ്മളെ അലിമദനി പറഞ്ഞ ഒരാളുണ്ട്, മൊറയൂരുകാരനാണ്. അയാൾ പറയുന്നുണ്ട് സക്കരിയയും കൂട്ടൻ ശിർക്കിന് മുഖം കുത്തി വീണിരിക്കുന്നു കേട്ടോ. ഇസ്ലാഹ് 2007 ഏപ്രിൽ മാസം. ആ ഏപ്രിൽ മാസത്തിൽ നിങ്ങൾ എഴുതിയതെന്താ? ഒരാൾ വിജനമായ സ്ഥലത്ത് വെച്ച് എത്തിപ്പെട്ടാൽ ജിന്നുകൾ കേൾക്കുമെന്ന് കരുതി, മലക്കുകൾ കേൾക്കുമെന്ന് കരുതി വിളിച്ചാൽ അത് പ്രാർത്ഥനയിൽ ഉൾപ്പെടില്ല എന്ന് നിങ്ങൾ എഴുതി. പക്ഷേ പ്രാർത്ഥനയല്ലേ അത്? കാരണം കാര്യകാരണ ബന്ധത്തിന് അതീതമായി അഭൗതികമായി മലക്കുകളോട് ചോദിക്കുകയാണ്, അതുപോലെ തന്നെ ജിന്നുകളോട് ചോദിക്കുകയാണ്. നേരത്തെ വിശദീകരിച്ചു. അപ്പൊ പ്രാർത്ഥിക്കാമെന്ന് നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ എഴുതിയിട്ടുണ്ട്, നിങ്ങൾ ശിർക്കിലേക്ക് പോയിട്ടുണ്ട്. ഇത് വസ്തുതയാണ്. വസ്തുതയാണത്രയത്, നമ്മളോടല്ല, ഓര് തമ്മിലാ. അപ്പൊ എന്തായി? ഇവരുണ്ടാക്കിയ ശിർക്ക് മൊത്തം പോയി. അപ്പോ അവര് തമ്മിൽ തന്നെ പ്രശ്നമായി. അപ്പൊ ഈ ആയത്ത് ഞങ്ങളോടല്ല ഓതേണ്ടത്, അപ്പുറത്തെ ഗ്രൂപ്പിനോടാണ്. അത് നിങ്ങൾ അതൊന്ന് തീരുമാനിക്കുക, എന്നിട്ട് ഞങ്ങളോട് പറയാം. നിങ്ങളെ തമ്മിൽ തന്നെ ആകെ പ്രശ്നമായി, തൗഹീദും ആകെ തല തിരിഞ്ഞുപോയി. പക്ഷെ നമ്മളെ സലാം സുല്ലമി സക്കരിയനോട് പറഞ്ഞു, നിങ്ങൾ ഈ മലക്കിനോടും ജിന്നിനോടും സഹായം തേടാന്ന് പറഞ്ഞ CD പേരോടൊക്കെ കേട്ട ചെങ്ങായിമാരെ എന്തേക്കാര അവസ്ഥ? സക്കരിയ സലാഹിനോട് ആരെ ചോദ്യം? സലാം സുല്ലമിന്റെ ചോദ്യം. മൂപ്പര് വിചാരിച്ച് പേരോട് സ്ഥാനത്ത് കിട്ടൂല. സലാം സുല്ലമിന്റെ കയ്യിൽ കിട്ടിയതിന് മുമ്പ് കിട്ടീന് ഉസ്താനത്. സലാം സുല്ലമി ചോദിക്കാണ്, കേട്ടോ ആ ചോദ്യം? ഈ CD പേരോടിന് കിട്ടണ്ട കേട്ടോ സലാം സുല്ലമി. പോലെ ജിന്നിനും മലക്കിനോടൊക്കെ സഹായം തേടാന്നുള്ള CD പേരോട് കേൾക്കണ്ടാന്ന് കേട്ടോ. സുല്ലമിന്റെ നല്ല അഭിപ്രായം. ഈ ഇതേ പണ്ഡിതൻ പിന്നെ സുന്നലോട് തൗഹീദ് പ്രസംഗിക്കുന്നത്, ഇവർക്ക് തൗഹീദ് പ്രസംഗിക്കേണ്ട അർഹത സുഹൃത്തുക്കളുള്ളത്. ഈ 2 കാസറ്റ് ഞാൻ പേരോടിനെ കൊടുത്തിട്ട് പേരോടിന്റെ സജ്ജീപ്പെടുത്താൻ മതി. എന്നാ ഇവന്മാർക്ക് പേരോടിനും സുന്നിനെയും തൗഹീദ് പറഞ്ഞ് എതിർക്കാൻ പറ്റുമോ? പേരോടിന്റെ സജ്ജിയിൽ പ്രസംഗം കേൾക്കാത്തോണ്ടാണ്. കൊടുത്തിട്ട് പേരോടിന്റെ സജ്ജീപ്പെടുത്താൻ മതി. എന്നാ ഇവന്മാർക്ക് പേരോടിനും സുന്നിനെയും തൗഹീദ് പറഞ്ഞ് എതിർക്കാൻ പറ്റുമോ? പേരോടിന്റെ സജ്ജിയിൽ പ്രസംഗം കേൾക്കാത്തോണ്ടാണ്. എന്റെ മൗലവി, നിങ്ങൾ കേൾക്കുന്നതിന് മുമ്പ് ഉസ്താദ് കേട്ടിട്ടുണ്ട്. വേറെ കാര്യം, അത് എവിടുന്നാ കിട്ടിയത്? ജിന്ന് കൊണ്ടുകൊടുത്തിട്ടുണ്ടാവും. ജിന്നുള്ള കാലല്ലേ? അപ്പൊ ഇവിടെ ഇപ്പൊ എന്തായിന്നറിയോ പോയിന്റ്? അതാ നേരത്തെ രാമന്തലി വെല്ലുവിളിച്ച് എന്തെന്നറിയോ? നിങ്ങളും ഞമ്മളും തമ്മിൽ ഒരു വ്യത്യാസമുള്ളൂ. ഈ ഔദ്യോഗിക വിഭാഗവും ഞമ്മളും മറഞ്ഞ വഴിയിലുള്ള സഹായം പറ്റുന്നു ഞമ്മളും പറഞ്ഞു, ഓരും പറഞ്ഞു. പക്ഷെ അത് ജിന്നും ശൈത്താനെന്നുള്ള ഞങ്ങളെ നേതാക്കളോടെ പറ്റുള്ളൂ എന്ന് ഓല്. ഞമ്മൾ പറഞ്ഞു അല്ലല്ല, ഞങ്ങൾ അമ്പിയാക്കള ഔലിയാക്കളോടാണ്, ഓല് ശൈത്താന്മാരോടും ജിന്നിനോടാണ്. അതാ ഇപ്പൊ തർക്കം. അതുകൊണ്ടാണ് മട്ടാഞ്ചേരി എന്ന് പറയുന്ന ഒരു സ്ഥലം, നമ്മളെ കൊച്ചിക്കടുത്ത മട്ടാഞ്ചേരി കേട്ടിട്ടുണ്ടാവും. ആദ്യമായിട്ട് ജുമാ ഖുത്ബ അറബിയല്ലാത്ത ഭാഷയിൽ ഓതിയ സ്ഥലം. ഈ സ്ഥലത്ത് ഞങ്ങളൊരു വാദപ്രതിവാദത്തിന് പോയി, വ്യവസ്ഥക്ക് പോയപ്പോ അവിടെ വന്ന അനസ് മൗലവി, കായക്കൊടി ടീമൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഓരോട് പറഞ്ഞു, നിങ്ങളിപ്പോ എന്തിനാ വാദപ്രതിവാദത്തിന് വന്നിട്ടുള്ളത്? അപ്പൊ പറഞ്ഞു, നിങ്ങളിതാ പള്ളിപ്പടി മക്കാം പറഞ്ഞ് അവിടെ ഒരു വലിയുണ്ട്. പള്ളിപ്പടി മക്കാമിലുള്ള ഉപ്പാപ്പാനെ വിളിക്കുന്നു, മുഹിയുദ്ദീൻ ശൈഖിനെ വിളിക്കുന്നു, അതൊക്കെ നിങ്ങൾ വിളിക്കുന്നു. അതെങ്ങനെ ശിർക്കാണോ? അത് ശിർക്കാന്ന് ഞങ്ങൾ പറയുന്നു, അല്ല നിങ്ങൾ തെളിയിക്കണം. അപ്പൊ നമ്മൾ പറഞ്ഞു, അതിനിപ്പോ എന്താ നിങ്ങൾ ഒച്ചുണ്ടാക്കുന്നത്? ഞങ്ങൾ ഔലിയാക്കളെ വിളിക്കുന്നു, നിങ്ങൾ പള്ളിപ്പടിയിലുള്ള ജിന്നിനെ വിളിക്കുന്നു, ശൈത്താനെ വിളിക്കുന്നു. അപ്പൊ മറഞ്ഞ വ്യക്തിനെ വിളിക്കാന്നുള്ളതിൽ നമ്മളും തർക്കല്ല. പിന്നെന്തിനാണ് ഈ വാദപ്രതിവാദം? അതിന്റെ ആവശ്യമുണ്ടോ?
അപ്പൊ ഞങ്ങൾ ആദ്യം പറഞ്ഞു, നിങ്ങളെ കുഞ്ഞീത് മദനി അടക്കമുള്ള എല്ലാവരും പഠിപ്പിച്ചത് എന്താ? മറിഞ്ഞ വഴിയിലൂടെ സഹായം അല്ല മാത്രം. അതാ പണ്ട് നിങ്ങൾ പഠിപ്പിച്ചത്. ഇപ്പോൾ നിങ്ങൾ പഠിപ്പിച്ചത് അതിനെതിരാണ്. അപ്പൊ ഞങ്ങളോട് വാദപ്രതിവാദം നടത്തുന്നതിന് മുമ്പ് ഒരു കാര്യം ചെയ്യണം. നിങ്ങൾ പഴയ മുജാഹിദിൽ തന്നെയാണ് ഉള്ളത് എന്നൊന്ന് തെളിയിക്കണം. നിങ്ങളെ ജിന്നു ശൈത്താനൊന്ന് ചർച്ച ചെയ്തിട്ട് മതി. ഞങ്ങളെ ഷെയ്ഖ് മുഹിയുദ്ദീൻ ഷെയ്ഖ് ഒക്കെ ബാക്കി പിന്നെ പറഞ്ഞു. ഞങ്ങൾ ചോദിച്ചു, സക്കരിയ സലായി അടക്കമുള്ള എല്ലാവരും അവിടെ വലിച്ചിട്ടു. കായക്കൊടി നിന്ന് പറച്ചു. കായക്കൊടി അവസാനം പറഞ്ഞു, ഞങ്ങൾ മാറിയിട്ടില്ല. ഞാൻ പറഞ്ഞു, ഇപ്പൊ തെളിയിക്കൂ നിങ്ങൾ മാറിയത്. ഇയാൾ പറഞ്ഞു, ഇപ്പൊ തെളിയിക്കൊന്നും വേണ്ട. ഇപ്പൊ തെളിയിക്കൊന്നും വേണ്ട. മട്ടാഞ്ചേരിയിലെ ആ സംഭവത്തിന്റെ രസകരമായ ആ രംഗം നിങ്ങളൊന്ന് കണ്ടോ? ഇവര് ഇങ്ങോട്ട് വാദപ്രതിവാദത്തിന് വന്നപ്പോ അവരെ തൗഹീദ് ആകെ താളം തെറ്റിയത് പറഞ്ഞ് അവരെ ആകെ കുഴക്കിയ മട്ടാഞ്ചേരി വാദപ്രതിവാദത്തിന്റെ വ്യവസ്ഥയിൽ നിന്നൊന്ന് കണ്ടോളൂ നിങ്ങളൊരൽപ്പം. പറഞ്ഞ ആ വാദത്തിലേക്കാണ് നിങ്ങൾ എത്തിയിരിക്കുന്നത്. ഇത് ഞങ്ങൾ ആദ്യം തെളിയിക്കണം. നിങ്ങൾ തന്നെ പറഞ്ഞല്ലോ, ഞങ്ങൾ മാറിയിട്ടില്ല, അതുപോലെ തന്നെ ജിന്നയെ സഹായിക്കണേ എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല എന്ന് ഞങ്ങൾ തെളിയിക്കും. അതിനുള്ള അവസരമാണ് ഞങ്ങൾ ഒന്നാമത്തെ വാദത്തിലൂടെ ഇവിടെ തന്നിരിക്കുന്നത്. പക്ഷേ അത് ഒന്നാമത്തെ വാദമായി ചർച്ച ചെയ്യാൻ നിങ്ങൾ പറയുന്നു എന്നല്ലാതെ നിങ്ങൾക്ക് സാധ്യമല്ല. എന്തുകൊണ്ടെന്നറിയോ? ഈ കാലം വരെ ഈ സമുദായത്തെ നിങ്ങൾ ശിർക്കെന്ന് പറഞ്ഞൊരു കാര്യമുണ്ടായിരുന്നു, അഭൗതിക സഹായം. എങ്ങനെയാണെന്നറിയാത്ത സഹായം. ഇത് ശിർക്കാണെന്ന് നിങ്ങൾ പഠിപ്പിച്ചിരുന്നു, പല സ്ഥലങ്ങളിൽ നിങ്ങൾ പ്രസംഗിച്ചിരുന്നു. ആ പ്രസംഗിച്ച നിങ്ങൾ തന്നെ അഭൗതിക ശക്തികളായ ജിന്നുകളോട് മലക്കുകളോട് സഹായിക്കാമെന്ന് പറഞ്ഞതോടെ നിങ്ങളെ വാദം നിങ്ങൾ തന്നെ കുടിച്ചു മൂടിയത് കൊണ്ട് ഇല്ല. നിങ്ങളുടെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ അവസാനം ജിന്നുകളെ കൊണ്ടായിരിക്കുമെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. കാരണം നിങ്ങളുടെ വാദമാണ് നിങ്ങൾ തകർക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ തുറന്നു പറ, ജിന്നിനോട് പ്രാർത്ഥനാക്കിപ്പോ പ്രാർത്ഥന എന്താണെന്നും സഹായാർത്ഥന എന്താണെന്നും ഞങ്ങൾ പഠിപ്പിച്ചു തരാ. ഈ ഒരു ചർച്ചയിലേക്ക് നിങ്ങൾ വരൂ. അതുകൊണ്ട് ഞങ്ങൾ വെല്ലുവിളിക്കുന്നു. ആദ്യം ഇത് തെളിയിക്കണമെന്ന് നിങ്ങളും സമ്മതിച്ചല്ലോ. ശരി, മുഹയ്യദ്ദീൻ ഷെയ്ഖെ രക്ഷിക്കണേ എന്ന് പറയാൻ പറ്റുമോ? ഇല്ലേ? ശിർക്കാണോ? അല്ലേ? ഞങ്ങൾ തെളിയിക്കാം. പക്ഷേ അത് ചോദിക്കാൻ നിങ്ങൾക്ക് അധികാരമുണ്ടോ? അത് തെളിയിക്കണം നിങ്ങൾ ആദ്യം. അത് നിങ്ങളും പറഞ്ഞല്ലോ, അത് തെളിയിക്കാനാണ് ഞങ്ങൾ ഈ വാദം ആദ്യം എഴുതിയത്. അതുകൊണ്ട് ഈ വാദത്തിൽ ചർച്ച ചെയ്യട്ടെ. രണ്ടാമത്തെ, നമ്മൾ ഇവിടെ ഉണ്ടല്ലോ, ഞങ്ങൾ ഒരിക്കലും പോകുന്നില്ലല്ലോ. ഞങ്ങൾ ഒരു വാദം ചർച്ച ചെയ്തു, അടുത്ത ദിവസം ഞങ്ങൾ ചർച്ച ചെയ്യും. നിങ്ങൾ തെളിയിച്ചു. ഏത്? ഞങ്ങൾ പഴയ വാദത്തിൽ തന്നെയാണ്. മുഹയ്യദ്ദീൻ ഷെയ്ഖെ രക്ഷിക്കണേ എന്ന് പറയുന്നത് തെറ്റാണ്. ഞങ്ങൾ ഒരാളോടും സഹായം തേടലോ പ്രാർത്ഥിക്കലോ ഇല്ല, എല്ലാം ശിർക്കാണെന്ന് വാദിക്കുന്നു എന്ന് നിങ്ങൾ പറഞ്ഞാൽ അടുത്ത ദിവസം ഞങ്ങൾ വരും. ഈ പ്രദേശത്ത് തന്നെ വരും, ഈ നാട്ടുകാർക്കിടയിൽ തന്നെ വരും. എന്നിട്ട് ഞങ്ങൾ പറയും, മുഹയ്യദ്ദീൻ ഷെയ്ഖിനെ വിളിച്ചാൽ, അതുപോലെ തന്നെ റസൂലുള്ളാഹിനെ വിളിച്ചാൽ അത് ശിർക്കല്ല, അതിന് ഹദീസുണ്ട്, ആയത്തുണ്ട് എന്ന് ഞങ്ങൾ പറയും. പക്ഷേ അതിന് നിങ്ങൾ ഈ ആദ്യത്തെ അവസരം ഞങ്ങൾക്കൊന്ന് നൽകി നോക്കൂ, ഒന്ന് നൽകി നോക്കൂ. ഈ എഴുതിയ ഒന്നാമത്തെ വിഷയത്തിൽ ഒരു വാദപ്രതിവാദം കേരളത്തിൽ നടന്നാൽ പിന്നെ കേരളത്തിന്റെ മണ്ണിൽ മുജാഹിദ് എന്ന് പറയുന്ന സാധനം തന്നെ കാണാൻ കഴിയില്ല. കാരണം ഒരു കാലത്ത് നിങ്ങൾ ഇവിടെ പഠിപ്പിച്ചിരുന്നത് അഭൗതിക മാർഗങ്ങളിലൂടെ, കാണാൻ കഴിയാത്ത സഹായത്തിലൂടെ സഹായം തേടിയാൽ അത് ശിർക്കാണെന്ന് എഴുതി വെച്ച ഉമർ മൗലവിയും കുഞ്ഞീദ് മദനിയും അവരുടെ വാദങ്ങളെ തട്ടിത്തെറിപ്പിച്ച് ജബ്ബാർ മൗലവിയെ പോലെയുള്ള, അതുപോലെ സക്കരിയ സലാഹിയെ പോലെയുള്ള, ശംസുദ്ദീൻ ബാലത്തിനെ പോലെയുള്ള മൗലവിമാരൊക്കെയും വാദിച്ചത് ജിന്നിനോട് സഹായം തേടൽ ശിർക്കല്ല എന്നാണ്. ഞങ്ങളുടെ കയ്യിൽ അതിന് പ്രമാണങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ഹനീഫ മൗലവി പ്രസംഗ മത്സരത്തിൽ ഇപ്പോൾ നിങ്ങൾ തോറ്റതുപോലെ വേണമെങ്കിൽ വാദപ്രതിവാദവും നമുക്ക് ഇപ്പോൾ തന്നെ നോക്കാം. പക്ഷേ വ്യവസ്ഥാപിതമായിരിക്കണം. അതിന് താല്പര്യമില്ലല്ലോ വ്യവസ്ഥ തയ്യാറാക്കാൻ. അപ്പോ വ്യവസ്ഥ തയ്യാറാക്കാൻ താല്പര്യമില്ലല്ലോ, എങ്കിലല്ലേ വ്യവസ്ഥാപിതാവുള്ളൂ. ഞാൻ പറഞ്ഞു നിങ്ങൾക്ക്, ഇനി ഞാൻ ചോദിക്കാൻ, ഈ ഒന്നാമത് ഞങ്ങൾ എഴുതിയ മുഹയ്യദ്ദീൻ ഷെയ്ഖെ രക്ഷിക്കണേ, ബദരീങ്ങളെ കാക്കണേ എന്നിങ്ങനെ മഹാന്മാരോട് പ്രാർത്ഥന നടത്തുന്നത് ശിർക്കാണ്. മുഹയ്യദ്ദീൻ ഷെയ്ഖെ രക്ഷിക്കണേ, ബദരീങ്ങളെ കാക്കണേ എന്നിങ്ങനെ മഹാന്മാരോട് ഇസ്തിഹാസ നടത്തുന്നത് ശിർക്കല്ല. ഈ വിഷയം ആദ്യം ചർച്ച ചെയ്തുകൊണ്ട് എടുത്തുകൊണ്ട് ചർച്ച ചെയ്യാൻ താല്പര്യമുണ്ടോ? ഞങ്ങൾക്ക് ഈ വിഷയം ചർച്ച ചെയ്യാൻ താല്പര്യമുണ്ട്, ഒരുക്കമുണ്ട്. പക്ഷേ ആദ്യം നിങ്ങൾക്ക് അധികാരമുണ്ട് എന്ന് നിങ്ങൾക്ക് താല്പര്യമുണ്ടോ ഇല്ലെന്നല്ല ഞാൻ ചോദിച്ചത്. ഒന്നാമതായി വിഷയം ചർച്ച ചെയ്യാൻ നിങ്ങൾക്ക് അധികാരമില്ലാത്തതുകൊണ്ട് ഞങ്ങൾ അതിന് തയ്യാറല്ല. രണ്ടാമത്തെ തയ്യാറുള്ളൂ. ഒന്നാമത്തെ നിങ്ങൾ തയ്യാറാണ്, രണ്ടാമത്തിൽ തയ്യാറാണ്. അധികാരമില്ലാത്തതുകൊണ്ട് ഞങ്ങൾ അധികാരമില്ലാന്ന് തെളിയിക്കാൻ നിങ്ങളെ ഞങ്ങൾ വെല്ലുവിളിക്കുന്നു. ഒന്നാമതായി തെളിയിക്കും, ഒന്നാമതായി ഞങ്ങൾ തെളിയിക്കും, ഒന്നാമതായി ഞങ്ങൾ തെളിയിക്കും. ഇപ്പൊ തന്നെ വേണോ? ഇപ്പൊ തെളിയിക്കും, ഇപ്പൊ തെളിയിക്കണോ? ഇത് തന്നെ മതി തെളിയിക്കാൻ, ഇത് തന്നെ മതി തെളിയിക്കാൻ. ഇപ്പൊ തെളിയിക്കണോ? ഇത് ഇപ്പൊ തെളിയിക്കേണ്ട നമ്മൾ 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 അതിപ്പോ ഞങ്ങൾ തെളിയിക്കും. അപ്പോ അയാളത് അതോടെ നിർത്തിപ്പോയതാ. അപ്പൊ ഇവരെ തൗഹീദാകെ മാറി. നമ്മളതെല്ലാ സ്ഥലത്തും വിശദീകരിച്ചു. നിങ്ങൾ പണ്ട് പറഞ്ഞത് കൃത്യമാണ്, മറിഞ്ഞ വഴിയിലൂടെയുള്ള സഹായം അള്ളാഹിനോട്. ഇപ്പൊ നിങ്ങളത് മാറ്റി, ജിന്ന് പറ്റും ശൈത്താൻ പറ്റുന്നാക്കി.
നെക്സ്റ്റ് എടുത്തോ. അപ്പോ നമ്മളെ ബാലുശ്ശേരി ലാസ്റ്റ് പറഞ്ഞു, അതുകൊണ്ട് അവസാനം മൂപ്പര് ഗതിയൊക്കെ കെട്ടു. അപ്പൊ മൂപ്പര് ലാസ്റ്റ് പറഞ്ഞു, ഈ മർക്കസ് ഒന്ന് പൂട്ടില്ലാതെ ഇനിയിപ്പോ വേറെ രക്ഷയൊന്നുമില്ല. മൂപ്പര് ചോദിച്ചു, നിങ്ങൾ ആ മർക്കസ് ഒന്ന് പൂട്ടിത്തരുമെന്ന്. അതൊന്ന് കേട്ടോളൂ നിങ്ങൾ. മൂപ്പര് പിന്നെ അതൊക്കെ പറയുള്ളൂ, മൂപ്പർക്ക് ബാക്കി കാര്യം തിരിയില്ല. നീക്കിയാൽ അള്ളാന്റെ ദീൻ കേരളത്തിൽ ഫതഹായി. ഞാൻ ഒന്നുകൂടെ പറയുന്നു, ഞാൻ പറയുന്നു, ഈ മർക്കസു സക്കാഫത്ത് സുന്നിയെ പൂട്ടിയിട്ട് സക്കാഫി പട്ട് ഒഴിവാക്കിയാൽ കേരളത്തിൽ 10 കൊല്ലം കൊണ്ട് ഇസ്ലാമിന്റെ രാജ്യമാക്കി മാറ്റി നമ്മൾ ഈ കേരളം. ഗ്യാരണ്ടിയാണിത്. കാലഘട്ടത്തിന്റെ ചരിത്രത പറയുന്നത്. കേരളത്തെ എങ്ങനെ രാജ്യാക്കനി? മലയാളവും പഠിച്ചിട്ടില്ല സാധനം. നോക്ക് നിങ്ങൾ, മൂപ്പരെ പൂതി കണ്ടില്ല. മർക്കസ് ഒന്ന് പൂട്ടിക്കൊടുക്കണല്ലോ, വേറെ രക്ഷയില്ല. കാരണം മുമ്പ് പറഞ്ഞ തൗഹീദ് ഓൽക്കന്നെ തോന്നിയത് പൊളിഞ്ഞിന്. ഇനി മൂപ്പര് പറയുന്നുണ്ട് വേറെ സ്ഥലത്ത് നമ്മളൊക്കെ കൊല്ലണം. മൂപ്പര് ആ കൊല്ലുന്ന രംഗമൊക്കെ കാണിക്കുന്നുണ്ട്, ശരിക്കൊന്ന് കണ്ടോളൂ. ഇവരൊക്കെ ഇസ്ലാമിക രാഷ്ട്രത്തിലാ ജീവിച്ചെങ്കിലുണ്ടല്ലോ. നിക്ക് അതൊന്ന് ശരിക്കും കാണട്ടോ, ഞമ്മക്ക് കാണിക്കാൻ കഴിയില്ല. കൊല്ലണ രംഗാണ്, ഒന്നുകൂടി കാണിച്ചു കൊടുക്കാൻ. ഇവരൊക്കെ ഇസ്ലാമിക രാഷ്ട്രത്തിലാ ജീവിച്ചെങ്കിലുണ്ടല്ലോ. ഇസ്ലാമിന്റെ രാജ്യത്താണെങ്കിൽ ഫിനിഷ്. നല്ല ചെങ്ങാതിയ. ഓ മൗലവിമാരെ, വെല്ലുവിളിക്കട്ടെ. മുജാഹിദ് പ്രസ്ഥാനം ആദ്യകാലത്ത് പഠിപ്പിച്ച തൗഹീദിൽ തന്നെയാണ് ഞങ്ങളുള്ളത് എന്ന് പറയാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? ആ വിഷയത്തിലൊരു വാദപ്രതിവാദത്തിന് ഈ കടുങ്ങാത്തുകൊണ്ടിലുള്ള മുജാഹിദ് നേതാക്കൾ തയ്യാറാണോ? ഞങ്ങൾ ചോദിക്കുകയാണ്. എന്ത് പറയാനുണ്ട് നിങ്ങൾക്ക്? അപ്പൊ നിങ്ങൾക്കിടെ തൗഹീദാകെ പൊളിഞ്ഞു പാളീസായി. ഇനിയോ ഞങ്ങൾ പറഞ്ഞു, ഞങ്ങളെ റബ്ബിനോട് മാത്രമേ ഞങ്ങൾ പ്രാർത്ഥിക്കൂ. ഇസ്ലാമിന്റെ ഭാഷയിലുള്ള പ്രാർത്ഥന. അപ്പൊ പിന്നെ ചില ആളുകൾ ചോദിക്കാണ്, ഉസ്താദേ അല്ല നിങ്ങളിപ്പോ അള്ളഹാനോട് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു, എന്നാ പിന്നെ അള്ളഹാനോട് മാത്രമാണ് പറഞ്ഞാ പോരെ സങ്കടം? പ്രാർത്ഥനയ്ക്ക് അള്ളഹാനോട്, എന്നാ സങ്കടം പറയലും അള്ളഹാനോടാക്കിക്കൂടെ? സഹായം തേടലും അള്ളഹാനോട് പോരെ? ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു, നിന്നോട് മാത്രം ഞങ്ങളിതാ ആരാധന സമർപ്പിക്കുന്നു. അതുപോരെ ഉസ്താദേ? അലൈസല്ലാഹു ബികാഫിൻ അബ്ദ, അള്ളാന്റെ അടിമക്ക് അല്ല പോരെ? പലരും ചോദിക്കുന്ന ചോദ്യമാണ്. ഇൻഷാ അല്ലാഹ് ഞാനത് സക്കരിയ സലാഹിയെ കൊണ്ട് തന്നെ പറയിപ്പിക്കും. അതിനു മുമ്പ് നമ്മളെ മുജാഹിദ് ബാലുശ്ശേരി ഒന്ന് വരട്ടെ, അദ്ദേഹം ആ വാദമൊന്ന് പറയട്ടെ. അവര് പറയുന്ന വാദം ഇടയാളന്മാര് പാടില്ല, നേരെ അള്ളഹാനോട് പറയണം എന്ന വാദം ബാലുശ്ശേരിക്കാരൻ ഒന്ന് പറയട്ടെ. എന്നിട്ട് നമുക്ക് അവരെ കൊണ്ട് തന്നെ ഒന്ന് തെളിവ് പറയിപ്പിക്കണം. ഇൻഷാ അല്ലാഹ് നമ്മൾ പറയുന്ന ഇസ്തിഗാസ സ്ഥിരപ്പെടുത്താൻ ഇന്ന് മൗലവിമാര് തന്നെയാണ് വരുന്നത്. ഞാൻ ഒരൊറ്റ ഹദീസും പറയൂല, ഹദീസ് മൗലവിയെ കൊണ്ട് പറയിപ്പിക്കും കേട്ടോ. ഒന്ന് പറഞ്ഞോ. എന്റെ പ്രിയപ്പെട്ട സുന്നി, നാഥൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം റബ്ബിനോട് പ്രാർത്ഥിച്ചില്ലേ? ഇടയാളുണ്ടായിരുന്നുവോ? കിട്ടിയില്ലേ? കൊടുത്തില്ലേ? എന്റെ പ്രിയപ്പെട്ട സുന്നി, നീ ഒന്ന് ആലോചിച്ചു നോക്ക്. മഹാനായ യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാം 5 ഇരുട്ടറകൾക്കുള്ളിൽ കഴിഞ്ഞില്ലേ? 5 ഇരുട്ടറകൾക്കുള്ളിൽ ഈ യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാം കഴിഞ്ഞില്ലേ? എങ്ങനെ ഈ 5 ഇരുട്ടറ? ഒന്ന് രാത്രിയുടെ ഇരുട്ട്, ഒന്ന് തിരമാലകളാകും. മതി അതിന്റെ ഇരുട്ട് വിശദീകരിക്കാൻ. അപ്പൊ ഇയാൾ ചോദിക്കുന്നത്, അമ്പിയാക്കൾ അള്ളഹാനോട് ദ്വാരുന്നില്ലേ? ഉത്തരം കിട്ടിയില്ലേ? കിട്ടിയിട്ടുണ്ട്. ഞങ്ങളും ഞങ്ങളെ റബ്ബിനോട് ദുആ ചെയ്യാറുണ്ട്, ഉത്തരം കിട്ടാറുമുണ്ട്. കേട്ടോ, അതിലൊന്നും ഇവിടെ തർക്കമില്ല. പക്ഷേ അതേ റബ്ബ് തന്നെ റബ്ബിനോട് മാത്രം പ്രാർത്ഥന. പക്ഷേ ഞങ്ങളോട് സഹായം തേടാൻ പറഞ്ഞവരോടും ഞങ്ങൾ സഹായം തേടും കേട്ടോ. അതെന്തുകൊണ്ടാണ്? പഠിച്ചോടൂ. അതവരെ റബ്ബാക്കിയിട്ടല്ല, മറിച്ച് നബിതങ്ങളോട് ഞങ്ങൾ പറയുന്നത് നബിതങ്ങൾ ഇലാഹായതുകൊണ്ടല്ല, മറിച്ച് അള്ളാന്റെ മുന്നിൽ വലിയ സ്ഥാനമുള്ള ആളാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നേതാവ് അള്ളാഹിനോട് ഒരു കാര്യം പറഞ്ഞാൽ, ഞങ്ങൾക്ക് വേണ്ടി ശുപാർശ ചെയ്താൽ അള്ളാഹു വേഗം സ്വീകരിക്കും. അതിനാണ് ഞങ്ങൾ നബിതങ്ങളോട് പറയുന്നത്. ആദ്യം സക്കരിയ സ്വലാഹി നമ്മൾ ചൊല്ലുന്ന മൗലിദിനെ പരിഹസിക്കുന്ന ഒന്നുണ്ട്, അതിങ്ങ് കൊണ്ടുവാ. എന്നിട്ട് ഞാൻ അതിന്റെ മറുപടി സക്കരിയെ കൊണ്ട് തന്നെ ഞാൻ പറയിപ്പിക്കും. അതിന് ചോദ്യം ഉത്തരക്കം ഉപ്പരന്നെ. അബ്ദുകൽ മിസ്കീനു യർജു ഫളകൽ ജമ്മൽ ഗഫീറു ഫീക ഖദ് അഹ്സൻതു ലന്നി യാ ബശീറു യാ നദീറു. നബിയേ, ബശീറുൻ നദീറുമായ നബിയേ, നിങ്ങളുടെ ഈ പാവപ്പെട്ട അടിമ നിങ്ങളുടെ അങ്ങേയറ്റത്തെ കനിവും കൃപയും ആഗ്രഹിക്കുന്നു. നിങ്ങളെക്കുറിച്ചുള്ള എന്റെ വിശ്വാസം ഞാൻ നന്നാക്കിയിട്ടുണ്ട്. ഫഅഗീസ്നി വഅജിർനി യാ മുജീറു മിനസ്സഈരി
അതുകൊണ്ട് നബിയെ നിങ്ങൾ എന്നെ സഹായിക്കണം, എന്നെ രക്ഷിക്കണം, നരകത്തുനിന്ന് രക്ഷിക്കുന്ന നബിയെ. യാ ഗിയാതി യാ മലാദി ഫീ മുലിമ്മാത്തിൽ ഉമൂരി, എന്റെ സഹായമേ, പ്രയാസപ്പെടുന്ന കാര്യങ്ങളിൽ എന്റെ അഭയ കേന്ദ്രമേ. അല്ലാഹുവിന്റെ റസൂലിനെ നേരിട്ട് വിളിച്ച് പ്രാർത്ഥിക്കലാണിത്. ഇത് ശിർക്കാണ്, കൊടിയ ശിർക്ക്, ഭയങ്കര ശിർക്കാന്നാ പറഞ്ഞു. ഓ മൗലവി, എന്നാൽ അത് ശിർക്കല്ലെന്നും അത് ശരിയാണെന്നും അതേ വായ കൊണ്ട് ഞാൻ പറയിപ്പിച്ചു തരാം. അതാണ് LCD വന്നതുകൊണ്ടുള്ള ഗുണം. LCD എന്ന് പറഞ്ഞാൽ LCD വക്കൽ മുമ്പ് പതിവില്ലാത്തതാ, അത് ഹിജ്റ 300 ശേഷം വന്നതാ. പക്ഷെ നിങ്ങൾ അവസാനത്തിന് വേണ്ടി വന്നതാണ്. ഇൻഷാ അല്ലാഹ് ഞാൻ കൊണ്ടുപോവാ, അയാളെ തന്നെ കൊണ്ടുവരൂ നമ്മളെ സക്കരിയ സലാഹിയെ. നിങ്ങൾ പറഞ്ഞ് നിങ്ങളെ കൊണ്ട് തന്നെ ഞങ്ങൾ തിരുത്തിച്ചു തരാ. കണ്ടല്ലോ, തൊപ്പിയിട്ട് വന്നിരിക്കുന്നു, നല്ലത് പറയാൻ പോവാണ്. തൊപ്പിയിട്ടാൽ തന്നെ നന്നാകുമെന്ന് പ്രതീക്ഷിക്കാം. ശരി സഹോദരന്മാരെ, അയാൾ പറഞ്ഞതെന്താണ്? എല്ലാ മുസ്ലിമീങ്ങളോടും ഞാനിത് പറയുന്നു. നമ്മളൊരു വാചകം നബിയെക്കുറിച്ച് പറയുന്നുണ്ടോ? അത് വെറുതെ പറയൂല. അബ്ദുക്കൽ മിസ്കീൻ, ഓ നബിയെ അങ്ങയുടെ അടിമ. ഇത് നമ്മൾ പറയുന്നത് അള്ളാന്റെ അടിമ എന്ന് പറഞ്ഞ അർത്ഥത്തിലല്ല, നബിയുടെ സേവകനാണ്, നബിയുടെ ഇഷ്ടപ്പെട്ട ആളാണെന്ന അർത്ഥത്തിലാണ്. ഈ അർത്ഥത്തിന് ഇത് പറഞ്ഞത് നമ്മൾ മാത്രമല്ല, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു നബി തങ്ങളെ കുറിച്ച് പറഞ്ഞത് കുന്തു അബ്ദഹു, ഞാൻ റസൂലുള്ളാഹിന്റെ അടിമയായിരുന്നു എന്നാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ പറയുന്നത് ഞാൻ റസൂലുള്ളാഹിന്റെ അടിമയാണ് എന്നാ. ഇമാം ഹാക്കിമിന്റെ അൽ മുസ്തദറക് എടുത്ത് നോക്കുക, അതിലത് പറഞ്ഞിട്ടുണ്ട്. സൽമാനുൽ ഫാരിസിയും അങ്ങനെയാണ് പറഞ്ഞത്. അപ്പൊ സഹോദരന്മാരെ, ഇലാഹാണ്, ദൈവമാണ് എന്ന രൂപത്തിലുള്ള സഹായം ചോദിക്കൽ അള്ളാഹുവിനോട് മാത്രം. പക്ഷേ ആ അള്ളാഹു തആല നമുക്ക് സഹായിയായി വെച്ചു തന്നവരോട് നമ്മൾ ചോദിക്കും. അതിന്റെ അർത്ഥം ഞങ്ങളുടെ റബ്ബാണ് നിങ്ങൾ എന്നല്ല. നബിയെ, നിങ്ങൾ അള്ളാഹുവിനോട് അടുത്ത ആളാണ്. അങ്ങ് അള്ളാഹിനോട് ഒരു കാര്യം പറഞ്ഞാൽ അള്ളാഹു പെട്ടെന്ന് സ്വീകരിക്കും. അതുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ടി ശുപാർശ ചെയ്യണേ. അതല്ലേ നരകത്തിൽ നിന്ന് പോലും നമ്മളെ രക്ഷപ്പെടുത്താൻ ശുപാർശ ചെയ്യുന്ന നേതാവ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി. ഇയാൾ പറയാൻ പോട്ടെ, എങ്ങനെ പറയുന്നത് അറിയൂ? ഇയാളോടൊരു ചോദ്യം, അല്ല സക്കരിയ സലാഹി, അള്ളാന്റെ അടിമക്ക് അല്ല പോരെ? ഇയാൾ പറഞ്ഞു മതി. പക്ഷെ അടുത്ത ചോദ്യം എന്താണെന്നറിയോ? യാക്കൂബ് നബി അലൈഹിസ്സലാം ഒരു ദിവസം യാക്കൂബ് നബിയുടെ മക്കൾ യാക്കൂബ് നബിയുടെ സമീപത്ത് വന്നിട്ട് പറഞ്ഞു, ഉപ്പാ, പിതാവേ, ഞങ്ങളെ കാര്യം നിങ്ങൾ അള്ളാഹിനോടൊന്ന് പറയണം. അപ്പൊ പ്രവർത്തകന്റെ ചോദ്യം, ആഹാ, അങ്ങനെ പറയേണ്ട ആവശ്യമുണ്ടോ? യാക്കൂബ് നബിന്റെ മക്കൾ അള്ളാന്റെ അടിമകളല്ലേ, നമുക്ക് നേരെ അള്ളാഹിനോടാണ് പറഞ്ഞാൽ പോരെ, അള്ളാ ഞങ്ങളെ കാര്യം ഒന്ന് നോക്കണേ. എന്തിനാ പിതാവായ നബിയെ ഇടയാളനാക്കിയത്? ആ ചോദ്യ ഉത്തരങ്ങളൊന്ന് കേൾക്ക്, വിഷയം ശരിയാവും. പറയൂ സക്കരിയ സലാഹി, പറയും. നിങ്ങൾ പറഞ്ഞല്ലോ അള്ളാഹു ഏറ്റവും അടിമകളോട് അടുത്തവനാണ്, അള്ളാഹുവിനോട് നേരിട്ട് ചോദിക്കാം. എന്തിന് പിന്നെ യാക്കൂബ് നബിയുടെ മക്കള് പിന്നെ യാക്കൂബ് നബിനെ ഇടയാളനാക്കി എന്നുള്ളതാണ് എനിക്ക് സംശയം. അള്ളാഹു ഏറ്റവും അടുത്തവനാണ്, അവനോട് തന്നെ നേരിട്ട് ചോദിച്ചുകൂടെ? പിന്നെ എന്തിനാണ് യാക്കൂബ് നബി ഇടയാളനാക്കിയത്? ഒരാൾക്ക് സ്വന്തം പ്രാർത്ഥിക്കുകയും ചെയ്യാം, പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാൻ സാധ്യതയുണ്ട് എന്ന് തോന്നുന്നവരോട് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്യാം. യാക്കൂബ് നബിന്റെ മക്കള് യാക്കൂബ് നബിയേക്കാൾ താഴ്ന്നവരാണ്. യാക്കൂബ് നബി അള്ളാഹുവിന്റെ പ്രവാചകനും അള്ളാഹുമായി ഏറ്റവും അടുത്തവരുമാണ്. അതുകൊണ്ട് അവർ പ്രാർത്ഥിച്ചാൽ കൂടുതൽ ഉത്തരം കിട്ടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അവരോട് ആവശ്യപ്പെട്ടു. അതുകൊണ്ട് നമുക്കും അങ്ങനെ ആവശ്യപ്പെടാം. നിക്ക്, അതല്ലേ ഞങ്ങൾ ഈ സമുദായത്തോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അല്ലേ? ഇനി അതിന്റെ തെളിവും കൂടി പറ. സക്കരിയ സലാഹിനെ കൊണ്ട് എന്നെ അതിന്റെ തെളിവും പറയിപ്പിക്കണം. സക്കരിയ സലാഹി തെളിവ് പറ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സഹാബികൾ വന്നിട്ട് മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ആവശ്യപ്പെട്ടു. മിമ്പറിൽ വെച്ച് അള്ളാഹുവിന്റെ റസൂൽ മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അങ്ങനെ മഴ പെയ്തു. അടുത്ത ആഴ്ച വന്നിട്ട് വേറൊരാൾ പറഞ്ഞു, മഴ പെയ്തിട്ട് ഞങ്ങളാകെ ബുദ്ധിമുട്ടി, അതുകൊണ്ട് നബിയെ മഴ നിൽക്കാൻ വേണ്ടി അവിടുന്ന് ദുആ ചെയ്യണം. അപ്പൊ നബി ദുആ ചെയ്തു, അപ്പൊ മഴ നിന്നു. ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? മറ്റൊരാളോട് നമുക്ക് ദുആ ചെയ്യാൻ ആവശ്യപ്പെടാം. പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുമെന്ന് നമ്മൾ വിചാരിക്കുന്ന സ്വാലിഹീങ്ങളോട് അല്ലെങ്കിൽ തഖ്വയുള്ള ആളുകളോട് നമുക്ക് ദുആ ചെയ്യാൻ ആവശ്യപ്പെടാം. അതാണ് ഈ സംഭവത്തിൽ നിന്നും നമുക്ക് പഠിക്കാനുള്ള. തൊപ്പിയിട്ടത് മുതലായിട്ടുണ്ട് മോനെ. ഞങ്ങൾ സംവാദം നടത്തിയതും വാദപ്രതിവാദം നടത്തിയതും ഞങ്ങളുടെ നിങ്ങളും കൊണ്ടിത് പഠിപ്പിക്കാൻ തന്നെയായിരുന്നു.
ഇതാണ് ഞങ്ങൾ ചെയ്യുന്നത്. ഞങ്ങളെ റസൂലുള്ളാഹിനെ വിളിച്ചു പറയുന്നത് ഇർതകബ്തു അലൽ ഖതാ ഗൈറ ഹസ്രിൻ വഅദദ് ലക അശ്കൂ ഫീഹി യാ സയ്യിദി ഖൈറൻ നബി. ഓ നബിയേ, നബിമാരിൽ ഖൈറായ നബിയേ, ഞങ്ങൾ തെറ്റ് ചെയ്തു പോയി, അങ്ങയോട് സങ്കടം ബോധിപ്പിക്കുന്നു. നിങ്ങൾ ദൈവമാണെന്നല്ല, റബ്ബാണെന്നല്ല, ഞങ്ങളെ റബ്ബിന്റെ മുന്നിൽ ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് ശുപാർശ പറയണം നബിയേ. ഞങ്ങളെ തെറ്റൊന്ന് റബ്ബ് പുറത്തു തരാൻ റബ്ബിനോടൊന്ന് പറയണം നബിയേ. ഞങ്ങൾ ആവലാതി ബോധിപ്പിക്കുന്നു നബിയേ. ഇത് പറഞ്ഞാൽ മുശ്രിക്കാവലെങ്ങനെ? അതാണ് ഞങ്ങളുടെ ചോദ്യം. അറിയണം, ജനങ്ങൾ പഠിക്കണം. ഇത് രണ്ടും എത്ര വ്യത്യാസമുണ്ട്. ആർക്കാ ഇത് തിരിയാത്തത്? പിന്നെ ചില മൗലവിമാര് ഔലിയാക്കളെടുത്ത് പോകത്തെന്തുകൊണ്ട് അറിയോ? ഇപ്പൊ നേരത്തെ സക്കരിയ പറഞ്ഞല്ലോ, നമ്മളെക്കാൾ ഉന്നതനാണ് ഓല്. അപ്പൊ ഓല് ഇതുവരുന്ന പെട്ടെന്ന് ഉത്തരം കിട്ടും. പക്ഷെ ചില മൗലവിമാർക്ക് തോന്നുകയാണ് ഞാൻ തന്നെയാണ് ഏറ്റവും വലിയ ഉന്നതൻ, എന്നെക്കാൾ വലിയ ആളാരുമില്ല, പിന്നെ രക്ഷയൊന്നുമില്ല. പണ്ട് സലാം സലമിയോട് ചോദിച്ചു, നിങ്ങൾ ഷാഫി ഇമാമിനെ പോലെ വലിയ പണ്ഡിതനാണോ? അയാൾ പറഞ്ഞു, അല്ലല്ല, പല വിഷയത്തിലും ഞാൻ ഷാഫി ഇമാമിന്റെ അപ്പുറത്താണ്, ഷാഫി ഇമാമിനേക്കാൾ ഉഷാറാണ്. ഇപ്പൊ മൂപ്പര് പുതിയ പ്രസംഗത്തിൽ പറയുന്നു ഞാൻ തന്നെയാണ് വലിയ. അള്ളാന്റെ വലിയ മൂപ്പർ തന്നെയാണല്ലോ സലാം സുലം. എന്താ ഇപ്പൊ ചെയ്യാ? ഞാൻ വെറുതെ പറയല്ലോ, ഒന്ന് കേട്ടോളൂ. നിങ്ങൾ ഇതുവരെ വന്നിട്ടൊരു ഔലിയനെ കാണാതെ പോണ്ട, ഒന്ന് കാണിച്ചു കൊടുക്കാം നമ്മൾ ഔലിയനെ. ഞാനും നിങ്ങളും തന്നെയാണ് അള്ളാന്റെ ഔലിയാക്കള്. നല്ല വലിയ. ഞാനും നിങ്ങളും തന്നെയാണ് അള്ളാന്റെ ഔലിയാക്കള്. കണ്ണിൽ കണ്ട ഫത്വ മുഴുവൻ കൊടുത്തിട്ട് മൂപ്പരാണല്ലോ ഇപ്പൊ ഔലിയ. ഇപ്പൊ പുതിയ ഫത്വ ഉണ്ട്. പാമ്പിനെ കണ്ടാൽ, നിസ്കരിക്കുമ്പോ പാമ്പിനെ കണ്ടാൽ എന്ത് ചെയ്യണം? ഇയാൾ പറഞ്ഞു നിസ്കാരം മുറിക്കേണ്ടതില്ല, വടിയെടുത്ത് കൊണ്ടുവന്ന് അടിച്ചു കൊന്ന് നിസ്കാരം തുടരാവുന്നതാണ്. ഫത്വയാണ് ഇപ്പൊ അതൊക്കെ. അത്താഴം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് നോമ്പിന്. അപ്പൊ ബാങ്ക് കൊടുത്താൽ എന്ത് ചെയ്യണം? ഔലിയന്റെ ഫത്വ പാത്രത്തിലുള്ള തീരുന്നത് വരെ തിന്നാവുന്നതാണ്. അപ്പൊ വലിയൊരു പാത്രം ഇട്ടിരുന്ന മഗ്രിബ് വരെ. പിന്നെ എന്ത് നോമ്പാ ചങ്ങാതിമാരെ. അതുപോലെ കുപ്രസിദ്ധമായ ബൈക്ക് ഫത്വ കേട്ടിട്ടില്ലേ? ബൈക്ക് ഫത്വ. ഒരാൾ ചോദിച്ചു, ഒരു അന്യ പുരുഷൻ അന്യ സ്ത്രീയെ സ്വന്തം ബൈക്കിൽ കൊണ്ടുപോകാൻ പറ്റുമോ? സ്വന്തം ഭാര്യയല്ലോ, വേറൊരു പെണ്ണിനെ നമ്മൾ ബൈക്കിൽ കൊണ്ടുപോകാൻ പറ്റുമോ? ഇയാൾ പറഞ്ഞു കുടവയിലാണ് പറഞ്ഞത്. ഇയാളുടെ മറുപടി, ഒരു കുഴപ്പവുമില്ല, 24 മണിക്കൂർ കൊണ്ട് തിരിച്ചേൽപ്പിക്കേണ്ടതാണ്. ഇയാളാണത്രേ വലിയ ഔലിയാക്കളെ നേതാവ്. ഈ ഒരു തോന്നിവാസം ഞങ്ങൾ അനുവദിക്കുകയില്ല. നിങ്ങൾ വലിയാണെന്ന് ലോകം സമ്മതിക്കുകയില്ല. നിങ്ങൾ വലിയോ? അപ്പോ ഇതൊക്കെ ഞാൻ പറയുമ്പോ ചിലപ്പോ ചില മുജാഹിദികൾ ഇങ്ങനെ ചിരിക്കുന്നുണ്ടാവും. ഉസ്താദെ, നിങ്ങളിപ്പോ പറഞ്ഞത് യാക്കൂബ് നബി ജീവിച്ചിരിക്കുമ്പോ യാക്കൂബ് നബിനോട് വന്നിട്ട് ഞങ്ങൾക്ക് ദ്വാരക്കണേ എന്ന് പറഞ്ഞു എന്നല്ലേ? ഞങ്ങളെ വിഷയം അവിടെ അല്ല, മരിച്ചോരോട് തേടാൻ പറ്റുമെന്നാണ് ഞങ്ങളെ വിഷയം. അതിന് നിങ്ങൾ പറഞ്ഞിട്ടില്ല. അതിനല്ലേ മോനെ നമ്മളെ അനസ് മൗലവി ഇവിടെ റെഡിയായി നിൽക്കുന്നത്, നിങ്ങൾ കൊണ്ടുവരുന്നുണ്ട് എന്നല്ലേ കേട്ടത്. അയാളൊന്ന് മറുപടി പറയട്ടെ. കണ്ടോ, മരിച്ചതിന് ശേഷവും പറ്റുമെന്നതിന് നിങ്ങളെ മൗലവിയെ കൊണ്ട് തന്നെ ഞങ്ങൾ തെളിവ് പറയിപ്പിക്കുന്നു, സംശയിക്കണ്ട. അല്ലെങ്കിലും ഇത് പോയത്തല്ലേ. എന്ത് നിങ്ങൾ ചിന്തിക്ക്, ജീവിതകാലത്ത് പറ്റും, മരിച്ചാ പറ്റൂല. അന്തേ മരിച്ചാ കേൾക്കൂലത്രേ. ആര് പറഞ്ഞു മരിച്ചാ കേൾക്കൂല? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ എന്താ? സ്വഹീഹുൽ ബുഖാരി മുസ്ലിം എടുക്ക്. ഇന്നഹു ലയസ്മഉ ഖഫ്കനി ആലിഹിം. ഒരു മയ്യിത്ത് ഖബറിൽ വെച്ചാൽ ആ മയ്യിത്ത് ഖബറിന്റെ മുകളിലൂടെ നടന്നുകൊണ്ടിരിക്കുന്നവന്റെ ചെരുപ്പിന്റെ ശബ്ദം കേൾക്കുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പറയ് നിങ്ങൾ മറുപടി. എന്ത് പറയാനുണ്ട് നിങ്ങൾക്ക്? കേൾക്കൂല. കേൾക്കുന്ന ഇവർക്ക് എപ്പോഴാ ബോധ്യപ്പെടാന്ന് പറയും. ഇവര് ഖബറിലെത്തും. സകല മുജാഹിദും ഖബറിലെത്തുമല്ലോ. ഖബറിലെത്തുമ്പോ മുങ്കർ നക്കീർ വരും, മണ്ടബുക്ക. അപ്പൊ ഇവന്റെ വാദം എന്താ? കേൾക്കൂലെന്നാ. മരിച്ചാ പിന്നെ കേൾക്കൂല. അപ്പൊ കേൾക്കാത്ത പോലെ ഇങ്ങനെ നിൽക്കും. മണ്ടബുക്ക കേൾക്കൂലല്ലോ. അടി പുറത്തങ്ങ് കിട്ടും. കേൾക്കുന്നുണ്ട്. അപ്പോഴേ നിങ്ങൾ കേൾക്കൂ. സഹോദരന്മാരെ, ശരിക്ക് ചിന്തിച്ചോ. മരണമെന്നാൽ നശിക്കലല്ല, ഒരു ജീവിതത്തിൽ നിന്ന് വേറെ ജീവിതത്തിലേക്ക് മാറലാണത്. അങ്ങനെയല്ലേ? ആത്മാവ് വിടപറയലാണ്. ആത്മാവ് നശിക്കുന്നില്ല. അള്ളാഹു അതിനെ മുഅ്മിനീങ്ങളുടെ ആത്മാവ് ഇല്ലിയീൻ എന്ന സ്ഥലത്ത് സൂക്ഷിക്കുന്നു. അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. സിജ്ജീൻ എന്ന സ്ഥലത്താണ് കാഫിരീങ്ങളുടെയും ദമ്മാടികളുടെയും റൂഹുള്ളത്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. സഹോദരന്മാരെ, മരണം നശിക്കലല്ല,
അതുകൊണ്ടാണ് നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, ഇന്നമാ വലിയുക്കുമുല്ലാഹു, നിങ്ങളെ സഹായി അള്ളയാണ്, വറസൂലുഹു, അല്ലാഹുവിന്റെ റസൂലുമാണ്. പോരാ വല്ലദീന ആമനൂ, മുഅ്മിനീങ്ങളും നിങ്ങളെ സഹായിക്കുമെന്ന് ഖുർആൻ പറഞ്ഞപ്പോ മുഫസ്സിരീങ്ങളുടെ നേതാവായ ഹസനുൽ ബസ്രി തങ്ങളതാ അവിടുന്ന് പറഞ്ഞു, മുഅ്മിനീങ്ങൾ സഹായിക്കുമെന്ന് പറഞ്ഞതിൽ ജീവിച്ചിരിക്കുന്ന മുഅ്മിനീങ്ങൾക്ക് പുറമേ മരിച്ചുപോയ മുഅ്മിനീങ്ങളും സഹായികളാണ് എന്ന് ഇമാം ഹസനുൽ ബസ്രി തങ്ങൾ പറഞ്ഞത് ഇമാം അബൂ ഹയ്യാൻ തന്റെ ബഹ്റുൽ മുഹീത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇമാം സുയൂത്തി തങ്ങൾ തന്റെ അദ്ദുറുൽ മൻസൂറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇമാം സമർഖന്ദി തന്റെ തഫ്സീറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഓ സഹോദരന്മാരെ, അവ മരിച്ചാലും ഇവിടെ സഹായിക്കാൻ കഴിയും. അപ്പൊ അവരൊരു ചോദ്യമാണ്, ഏതെങ്കിലും ഒരു നബി മരിച്ചുപോയ നബിനോട് സഹായം തേടിയിട്ടുണ്ടോ? ഒരുപാട് കാലായി ഇവർ ചോദിക്കാൻ തുടങ്ങിയിട്ട്, എന്നാ ഞങ്ങളും ചോദിക്കാം. ഉറപ്പാണോ? ഏതെങ്കിലും ഒരു നബി വഫാത്തായ മറ്റൊരു നബിയുടെ ജാറത്തിന്റെ സമീപത്ത് വന്ന് സഹായം തേടിയത് തെളിയിച്ചാൽ നിങ്ങളും സഹായം തേടാൻ സന്നദ്ധരാണോ? എന്നാൽ കേട്ടോ, ഞങ്ങളിത് പറയിപ്പിക്കാൻ തന്നെ പോവാണ്. ഞങ്ങളല്ല, നിങ്ങളെ കൊണ്ട് തന്നെ പറയിപ്പിക്കും. അതാണ്. അതേതാണെന്നറിയോ? ധാരാളം അമ്പിയാക്കൾ സഹായം തേടിയിട്ടുണ്ട്. ഇനി സഹായം തേടിയിട്ടുണ്ടെന്ന് മാത്രമല്ല, ഇനി അവസാന കാലത്ത് ഇവിടെ ഒരു നബി വരാനുണ്ട്. അതാരാ? സയ്യിദുനാ ഈസാ അലൈഹിസ്സലാം. ഈസാ നബി വരും. അല്ലാഹു തആല അവിടുത്തെ ബറക്കത്ത് കൊണ്ട് നമ്മളെ വിജയിപ്പിക്കുമാറാകട്ടെ. ഈസാ നബി നബിയായിട്ടല്ലോ ഒട്ടു വരും. പിന്നെ എങ്ങനെ വരിക? ഈസാ നബി അലൈഹിസ്സലാം വരുന്നത് ഈ സമൂഹത്തെ നയിക്കുന്ന ഇമാമായിട്ട് വരും. എവിടെയാണ് വരിക? സിറിയയുടെ തലസ്ഥാനമായ ഡമസ്കസിൽ വരും. എങ്ങനെയാണ് വരിക? 2 മലക്കുകളുടെ ചിറകിന്റെ മുകളിലായി വെള്ളമിനാരത്തിന്റെ മുകളിൽ നെറ്റിത്തടത്തിൽ നിന്ന് വെള്ളത്തുള്ളികൾ ഇറ്റി വീടുന്ന രൂപത്തിൽ ചായം മുക്കിയ ഡ്രസ്സ് ധരിച്ച് ഈസാ നബി ഇറങ്ങി വരുമെന്ന് 14 നൂറ്റാണ്ട് മുമ്പ് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി ലയൻസിലന്ന ഈസ ഇബ്നു മറിയമ ഇമാമൻ മുഖ്സിതാ, നീതിമാനായ ഭരണാധികാരിയായി ഈസാ നബി വരും. വന്നിട്ട് എന്താണോ ചെയ്യാ? ശരിക്ക് പഠിച്ചോ, ഈസാ നബി ദജ്ജാലിനെ കൊല്ലുന്നു, ഇവിടെയുള്ള പ്രശ്നങ്ങൾ തീർക്കുന്നു. പഠിച്ചോളൂ മുഅ്മിനീങ്ങളെ. മുഅ്മിനീങ്ങൾക്കിടയിലുള്ള അഭിപ്രായ വ്യത്യാസത്തെ ഈസാ നബി അവസാനിപ്പിക്കുമെന്ന് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ഈസാ നബി ഇങ്ങനെ നോക്കുമ്പോ ഇവിടെ വലിയ തർക്കം എന്താണ്? ചില ആളുകൾ പറയുന്നു ജാറത്തിൽ പോകാൻ പാടില്ല, അതുപോലെ മരിച്ചവരെ സഹായത്തിന് വിളിക്കാൻ പാടില്ല, അത് ശിർക്കാണെന്ന് പറയുന്നു. ഈസാ നബി അതാ ഈ വാദത്തെ ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിയുന്നു. പഠിച്ചോ മുഅ്മിനേ, ഈസാ നബി അലൈഹിസ്സലാം ഇറങ്ങി വന്ന് ദജ്ജാലിനെ കൊല്ലുന്നു. തന്റെ ദൗത്യ നിർവഹണത്തിന്റെ ഇടയിൽ അതാ ഈസാ നബി നേരെ പോകുന്നു. എങ്ങോട്ടാണ് പോകുന്നത് കേട്ടോളൂ? റൗളയിലേക്ക് പോകുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. അപ്പൊ ഇവരിങ്ങനെ നോക്കൂ, അല്ലല്ല ഈസാ നബി നബിയാന്നൊക്കെ പറഞ്ഞ് വന്നു നോക്കുമ്പോ പോക്കെന്നെ ശരിയല്ല, നേരെ ജാർത്തുക. ഒരു സ്വൈസേരം തന്നെയാണ് കേട്ടോ. പിന്നെന്താ പണി? ജാറത്തിൽ വന്നിട്ട് എന്താണോ ഈസാ നബിയുടെ പണി? അതാ വിളിക്കുന്നു. ആരെയാണ് വിളിക്കുന്നത്? നൂറ്റാണ്ടുകൾക്ക് മുമ്പ് വഫാത്തായ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തെ ഏറ്റവും വലിയ ജാറമായ റസൂലുള്ളാഹിനെ വിളിക്കുന്നു. യാ റസൂലല്ലാഹ്, യാ ഹബീബല്ലാഹ്. സഹായത്തിന് വേണ്ടി അങ്ങ് വിളിക്കുമ്പോ 14 നൂറ്റാണ്ട് മുമ്പ് അവിടെ നിന്ന് എന്ത് പറഞ്ഞു? ഈസാ നബി എന്നെ സഹായത്തിന് വിളിക്കുമ്പോ ലൗജീബന്നഹു, ഈസാ നബിക്ക് ഞാൻ ഉത്തരം ചെയ്യുമെന്ന് 14 നൂറ്റാണ്ട് മുമ്പ് ഹബീബായ നബി മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ പറ, ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ശിർക്ക് ചെയ്യുന്ന ആളാണോ? ആ ഹദീസ് ഞാൻ വെറുതെ പറയല്ല. അനസ് മൗലവി എന്ന് ഇടപെടുന്നു. എവിടെ ഹദീസ്? മൂപ്പരൊന്ന് പറഞ്ഞുതരും, കേട്ടോളൂ നിങ്ങൾ. അദ്ദേഹം പറയട്ടെ. ഇറങ്ങി വരുമ്പോ ഇവിടെ ദജ്ജാൽ ഉണ്ടാകും. ഞാൻ റബ്ബാണെന്ന് പറയുന്ന ദജ്ജാൽ അന്ന് ഭൂമിയിലുണ്ട്. അവൻ ഭൂമിയിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കി. അത് കൃത്യമായി വിശദീകരിച്ച് പറഞ്ഞിട്ടുണ്ട്. പ്രവാചകന ദജ്ജാലിന്റെ സിഫത്തുകൾ പറഞ്ഞിട്ടുണ്ട്. അവൻ അവറാണ്, ഒറ്റക്കണ്ണനാണ്. ഒരിക്കലും റബ്ബ് അവറല്ല, ഒറ്റക്കണ്ണനല്ല എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ലോകം മുഴുവൻ ഫിത്നകൾ ഉണ്ടാക്കുന്ന ദജ്ജാൽ, ആ ദജ്ജാൽ ഇറങ്ങുമ്പോ ദജ്ജാൽ വധിക്കാൻ ഈസാ നബി ഇറങ്ങി വരും. ദമസ്കസിൽ
സത്യമാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഇന്നും ദമസ്കസിൽ ആ ഈസാ നബി ഇറങ്ങുമെന്ന് പറഞ്ഞ ഭാഗത്ത് ഈസാ നബിയുടെ ഭാഷ സംസാരിക്കുന്ന 15,000-ഓളം ആൾക്കാർ ഇന്ന് ജീവിച്ചിരിപ്പുണ്ട്. അറേമ്യ ഭാഷ, അറാമിക് ഭാഷ, ഈസാ നബിയുടെ ഭാഷ സംസാരിക്കുന്ന ആളുകൾ ആ നാട്ടിൽ ഇന്ന് ജീവിച്ചിരിപ്പുണ്ട്. 15,000-ഓളം ആളുകൾ, അവിടുത്തെ നഴ്സറി കുട്ടികൾ വരെ അറാമിക് ഭാഷ സംസാരിക്കും. നബി ഇറങ്ങുമെന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈസാ നബിയുടെ ഭാഷ സംസാരിക്കുന്നവരെന്നുള്ളത് ലോകത്ത്. ആ ഈസാ നബി ഇറങ്ങി വന്നിട്ട് ഈസാ നബി നീതിമാനായ ഭരണാധികാരിയായി വാഴും. ഈസാ നബി നീതിമാനായ ഭരണാധികാരിയാകുമെന്ന് അർത്ഥമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കാണ്, ഈസാ നബിയുടെ പേരിൽ സ്ഥാപിക്കപ്പെട്ട കുരിശുകൾ അദ്ദേഹം തകർക്കും, പന്നികളെ അദ്ദേഹം കൊല്ലും, അതുപോലെ തന്നെ പക, ജനങ്ങൾക്കിടയിലുള്ള പക നീക്കിക്കളയും. അതുപോലെ അദ്ദേഹത്തിന്റെ മുന്നിൽ സമ്പത്ത് കൊണ്ടുവന്ന് വെക്കും. പക്ഷേ ഈസാ നബി ആ സമ്പത്ത് സ്വീകരിക്കുകയില്ല. പിന്നെ ഈസാ നബി എന്റെ കബറിന്റെ അടുക്കൽ വന്ന് യാ മുഹമ്മദ്, ഓ മുഹമ്മദ് എന്ന് വിളിച്ചാൽ ലഉജീബന്നഹു, ഞാൻ ഈസാ നബിക്ക് ഉത്തരം നൽകും. ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം കടുങ്ങാത്തുകൊണ്ടിലുള്ള ജനങ്ങളോട് മറുപടി പറയാൻ തയ്യാറാകണം. ഈസാ നബി വരെ വന്നിട്ട് ജാറത്തിൽ പോവുകയാണ്, ജാറത്തിലുള്ള ഹബീബിനെ വിളിക്കുകയാണ്. വിളിക്കുമ്പോൾ ആ വിളിക്ക് ഞാൻ ഉത്തരം ചെയ്യുമെന്ന് ഹബീബ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്ത് മറുപടിയാ നിങ്ങൾക്ക് പറയാനുള്ളത്? ഇങ്ങോട്ട് പറ, എന്ത് മറുപടിയാ നിങ്ങൾക്ക് പറയാനുള്ളത്? അതിന് 3 മറുപടിയാട്ടോ ഞാൻ അപ്പൊ തന്നെ പറഞ്ഞുതരാം. എന്താ മറുപടി? ഒരു മറുപടി എന്താണെന്നറിയോ? മുസ്ലിയാരെ ഈസാ നബിക്ക് നിങ്ങൾക്ക് വിളിക്കാൻ പറ്റൂല. അപ്പൊ എന്തേ? ഈസാ നബിക്ക് വാപ്പയില്ല, നിങ്ങൾക്ക് വാപ്പയില്ലേ? അതാണ് ഒതുക്കുങ്ങലിൽ വന്നിട്ട് അനസ് മൗലവി ചോദിച്ച ചോദ്യം. അപ്പൊ വാപ്പുള്ളവർക്ക് ഒരു തൗഹീദ്, ഇല്ലാത്തവർക്ക് വേറെ തൗഹീദ്. ഇതെന്ത് തൗഹീദാണോ? ഇനി വിചിന്തനത്തിൽ പറഞ്ഞ മറുപടി എന്താണെന്നറിയോ? ഈസാ നബി ആകാശത്ത് പോയി വന്നിട്ടാണ് വിളിച്ചത്, ആകാശത്ത് പോയി വന്നാൽ നിങ്ങൾക്കും വിളിക്കാം. അപ്പൊ ആകാശത്ത് പോടിന് മുമ്പ് ഒരു തൗഹീദ്, വന്നപ്പോ വേറെ തൗഹീദ്. ഇങ്ങനെ ഒരു തൗഹീദ് ഉണ്ടോ? ഇനി ഒരു പൊട്ടൻ മറുപടി ഉണ്ട്. അത് ഈസാ നബിന്റെ പ്രത്യേകതയാണ് ശിർക്കേ. ശിർക്ക് പ്രത്യേകതയാണത്രേ. ശിർക്ക് ചങ്ങാതിമാരെ, ഒരാൾക്ക് ശിർക്കാണെങ്കിൽ എല്ലാവർക്കും ശിർക്കാവൂലേ? അതിപ്പോ ആർക്കാ അറിയാത്തത്? അള്ളാഹുവിന്റെ റസൂലിനോട് അള്ളാഹു പറഞ്ഞത്, നബിയെ നിങ്ങൾ ശിർക്ക് ചെയ്താൽ നിങ്ങളുടെ അമല് പൊടിയുന്ന. ആ പോയത്തൊന്നും കൊടുങ്ങാത്തുകൊണ്ട് പറഞ്ഞാൽ വിലപ്പോവില മൗലവി. പ്രത്യേകതയാണത്രേ ശിർക്ക്. ശിർക്ക് പ്രത്യേകതയോ? ഈ പോയത്തം പറയരുത്. പിന്നെ നിങ്ങൾ എന്തിനാ ചോദിച്ചത്? ഏതെങ്കിലും നബി വിളിച്ചിട്ടുണ്ടോ? ഏതെങ്കിലും നബി ഖബറിന്റെ അടുത്ത് പോയി സഹായം തേടിയിട്ടുണ്ടോ? നമ്മൾ പറഞ്ഞു കൊടുത്തപ്പോ അത് മൂപ്പര പ്രത്യേകതയാണ്. പണ്ട് അബൂജഹൽ ചോദിച്ചു, അല്ല ആ ചന്ദ്രനെ 2 പിളർപ്പാക്കി തന്നാല് ഞാൻ വിശ്വസിച്ചോളാം. ചന്ദ്രൻ 2 പിളർപ്പാക്കി കൊടുത്ത നബി തങ്ങൾ അച്ചങ്ങാതി വിചാരിച്ചത് കഴിയൂലെന്നാ. 2 പിളർപ്പാക്കിയപ്പോൾ അയാൾ പറഞ്ഞു, ഇല്ലല്ലല്ലോ അതെന്തൊരു മാജിക്കാണ്, ഞാൻ വിശ്വസിക്കൂല എന്ന് പറഞ്ഞ പോലെ ഏതെങ്കിലും ഒരു നബി വേറെ നബിന്റെ ഖബറിന്റെ അടുത്ത് പോയി വിളിച്ചിട്ടുണ്ടോ? ഉണ്ട് നമ്മൾ പറഞ്ഞപ്പോ പറ്റൂല. അത് മൂപ്പര പ്രത്യേകതയാണ്. പ്രത്യേകതയാവൂല, ശിർക്ക് പ്രത്യേകതയാവൂല. പിന്നെ വേറൊരു ചങ്ങാതി ഞങ്ങൾ ആലുവ വാദപ്രതിവാദത്തിലാണ് ഈ ഹദീസ് കൊണ്ടുവന്നത്. അപ്പൊ കായക്കൊടി അന്ന് എന്ത് പറഞ്ഞു തരൂ? പച്ച നുണ കാച്ചി. അതെന്താ? ഇവർക്കൊക്കെ ഒരു സ്വഭാവമുണ്ട്, ഇവർക്ക് പറ്റാത്തതൊക്കെ ലൈഫിക്കാൻ. അങ്ങനെയാണ്. അത് ചിലപ്പോ ഖുർആൻ ഓതിക്കൊടുത്താലും ഓല് പറയുന്നത് ലൈഫാണ്. ലൈഫോടെ ഫിറ്റാക്കണ്ടെന്ന് അറിഞ്ഞൂടാ. ഈ ഹദീസ് സകല പണ്ഡിതന്മാരും സ്വഹിയാക്കിയതാണ്. സനദുള്ളതാണ്, പേടിക്കണ്ട. നല്ല സനദുള്ള ഹദീസാണ്. ഈ സനത് ഉണ്ടാവില്ല എന്ന് കരുതിയിട്ട് മുഫസ്സലും മുഖ്തസറായ എല്ലാ സനതുള്ളതാണ്. അത് ഞാൻ തന്നെ ഒന്ന് കേൾപ്പിച്ചു തരാം. ആദ്യമായി ഇത് പറഞ്ഞപ്പോ നമ്മളെ കായക്കൊടി ഇടപെട്ടുകൊണ്ട് പറഞ്ഞൊരു വാക്കുണ്ട്. അയാൾ പറഞ്ഞു, ന്യൂനതയുണ്ട് മുസ്ലിയാരെ, ഇതിന് 2 ന്യൂനത ഉണ്ട്. വെറുതെ പറഞ്ഞതാണ്. അയാൾ ആ ഹദീസ് ചെവി മുളച്ചീന ശേഷം ആദ്യമായിട്ട് കേൾക്കുകയാണ്. അവിടെ നിന്ന് എന്നിട്ട് വെറുതെ പൊട്ടിച്ചതാ ന്യൂനത ഉണ്ട്. ഒന്ന് കേട്ടോളൂ. ആലുവ സംവാദത്തിന്റെ ഈ ഹദീസിനോട് കായക്കൊടിയുടെ പ്രതികരണം നമുക്ക്. നിങ്ങൾ പറഞ്ഞ ഈ വാക്യത്തിന് ന്യൂനതകളുണ്ട്. ഹദീസ് വിധാനശാസ്ത്രപ്രകാരം 2 ന്യൂനതകൾ എടുത്തു പറയാൻ കഴിയുന്നത് തന്നെയുണ്ട്. വേറെയും നമുക്ക് വിശദീകരിക്കാം. അതുകൊണ്ട് ഒന്നാമതായി തെളിയിക്കേണ്ടത്, അപ്പൊ എന്താ പറഞ്ഞേ? ഈ വാക്യത്തിന് 2 ന്യൂനത ഉണ്ട്. ഒരു പൊട്ടു ന്യൂനത പോലും ഇല്ലട്ടോ. വെറുതെ പച്ചന്ന സംഭവത്തിലൂടെ നമ്മൾ ചോദിച്ചു, മൗലവി എവിടെ ന്യൂനത? കൊണ്ടുപോവാ ചോദ്യം ഒന്ന് വെച്ചുകൊടുക്ക്.
മാലയ നുണയാണ് മൗലവി പൊട്ടിച്ചിരിക്കുന്നത്. ഏറ്റവും വലിയ നുണ അതിവിടെ തെളിയിച്ചിട്ടാണ് ബാക്കി കാര്യം. നിങ്ങളെ കഴുത്തിൽ കൊടുക്കാൻ തന്നെയാണ് ഞാനത് വായിച്ചത്. 2 ന്യൂനതകൾ ഹദീസിനുണ്ടല്ലേ? ആൺകുട്ടികളുണ്ടോ നിങ്ങളുടെ കൂട്ടത്തിൽ? ആ ഹദീസിനൊരു ന്യൂനത തെളിയിക്കാൻ, അതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ആരാണ് നിങ്ങൾക്കത് ന്യൂനത ഉണ്ട് എന്ന് പഠിപ്പിച്ചതെന്ന് തെളിയിക്ക്. എന്റെ 3ാമത്തെ ചോദ്യം അതാണ്. ഈ പക്ഷേ പിന്നെയും മൂപ്പര് ഉരുണ്ടു പറഞ്ഞു. നമ്മളെ കിതാബ് ഒന്നിനു ശേഷം ഒന്നായി ഹാജരാക്കി. ആലിവാസംവാദ് നിങ്ങൾ കണ്ടു നോക്ക്. മജ്മഉസ് സവായിദ് ഹാഫിദുൽ ഹൈസമിയുടെ ഗ്രന്ഥം എടുത്തിട്ട് പറഞ്ഞു, ഇതാ ആധികാരിക പണ്ഡിതൻ ഹാഫിദുൽ ഹൈസമി ഈ കിതാബിൽ പറയുന്നു, ഈസാ നബി ജാറത്തിന്റെ സമീപത്ത് വരുമെന്ന് പറഞ്ഞ ഹദീസ് ഏറ്റവും സഹീഹാണ്. മൂപ്പര് പിന്നെയും പറഞ്ഞു, അല്ലല്ല എന്നാലും എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. ഒടുവിൽ കൊണ്ടുവന്നു മൗലവി, ഇങ്ങളെ നേതാവിന്റെ കിതാബ് എന്നെ പിടിച്ചോ. ഏതാ പോലെ നേതാവ്? ഗൾഫിൽ ഒരു മരിച്ചുപോയ ഒരാളുണ്ട്, നാസറുദ്ദീൻ അൽബാനി. നാസറുദ്ദീൻ അൽബാനിയുടെ കിതാബ് സിൽസില എടുത്തു, അതിൽ നിന്ന് വായിച്ചു. ഇതാ കണ്ടോ, ആ ഹദീസ് ഉണ്ടല്ലോ, ഈസാ നബി ജാറത്ത് പോകുന്ന പറഞ്ഞ ഹദീസ്, അത് ഏറ്റവും നല്ല ഹദീസാണെന്ന് അൽബാനി വെച്ചു കൊടുക്കുക. അൽബാനി വായിച്ചു കൊടുക്കുന്ന രംഗം നിങ്ങൾക്ക് പറ്റിപ്പോയി. ഇനി പിടിച്ചോ അടുത്തത്. നിങ്ങൾ താരീഖ് ഇബ്നു അസാക്കിർ, അവിടെ നിന്നാണ് തുടക്കം. മജ്മഉസ് സവായിദ് 2, അബൂ യഅല 3. ഇനി അടുത്തത് വരാൻ പോകുന്നത് നിങ്ങളുടെ സ്വന്തം അൽബാനി. അത് ഇനി നിങ്ങൾക്കൊന്നും പറയാനില്ലല്ലോ. അൽബാനിയുടെ സിൽസിലത്തുൽ അഹാദീസ് സ്വഹീഹ, സ്വഹീഹായ ഹദീസുകൾ മാത്രം പറയുന്ന ഗ്രന്ഥം. ആ ഗ്രന്ഥത്തിൽ അതാ പറയുന്നു കേട്ടോ, ഇതിന്റെ 2733ാമത്തെ ഹദീസ്. എന്നിട്ട് പറഞ്ഞു, ഈ ഹദീസിന്റെ മത്തിന് മുഴുവൻ വായിക്കണം. വായിക്കാൻ ഞങ്ങൾക്ക് ഇവിടെ തെളിയിക്കാൻ ആവശ്യമുള്ളത് ഞങ്ങൾ വായിച്ചു കളഞ്ഞു. അത് വായിച്ചു തന്നിട്ടുണ്ട്. രേഖ എന്താണ്? ഞങ്ങളുടെ ഭാഗത്ത് നിങ്ങൾ നിർവചനം പൊളിക്കലാണ്. നിങ്ങൾ പറഞ്ഞല്ലോ ആ മനുഷ്യ കഴിവിന്റെ അപ്പുറത്തുള്ളത് ചോദിച്ചാൽ എന്തായി പോകും, അത് ശിർക്കാണ്, പ്രാർത്ഥനയാണ്. അത് പൊളിഞ്ഞു. കാരണം ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി നബി തങ്ങൾ പറയുകയാണ്. എന്താണ് പറഞ്ഞത്? എന്നെ വിളിച്ചാൽ ഞാൻ ഉത്തരം നൽകും. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് വിശ്വസിക്കുന്ന വ്യക്തി വിളിക്കുകയില്ല എന്നല്ലേ നിങ്ങളുടെ വാദം? പൊളിഞ്ഞില്ലേ മൗലവി? എന്നിട്ട് എന്താ പറഞ്ഞത്? എല്ലാ സനദും വായിക്കണം. അത് ആരാ നിങ്ങൾക്ക് പഠിപ്പിച്ചെന്നത്? പുതിയ ഉസൂലികൾ ഉണ്ടാക്കല. ഞങ്ങൾ പറഞ്ഞ സനദിന് എന്താണ് കുഴപ്പം? എന്നിട്ട് എന്താ അൽബാനി പറഞ്ഞത് കേട്ടോ, അഖ്റജഹു അബൂ യഅല ഫീ മുസ്നദിഹി. ഈ ഹദീസിനെ അബൂ യഅല മുസ്നദിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. എന്നിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ സദസ് അഹ്മദ് ഇബ്നു ഈസ അഖ്ബറന ഹദതന ഇബ്നു വഹബ് അൻ നബി സഖർ അൻ സഈദ് അൽ മഖ്ബൂരി റളിയല്ലാഹു അൻഹു അഖ്ബറഹു അന്നഹു സമിഅ അബൂ ഹുറൈറ എന്ന് പറഞ്ഞിട്ട് സമീഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നിങ്ങനെ പറഞ്ഞിട്ട് ഉദ്ധരിക്കുന്നു. ഖുൽതു അൽബാനിയാണ് പറയുന്നത്, വഹാദാ ഇസ്നാദുൻ ജയ്യിദുൻ. ഇത് ഏറ്റവും നല്ല ഇസ്നാദാണ്. പോരാ, റിജാലുഹു കുല്ലുഹും സിഖാത്ത്. ഇതിന്റെ പരമ്പരയിലെ മുഴുവൻ ആളുകളും വിശ്വസ്തരാണ്. പോരാ, ആരെങ്കിലും ആരോപിച്ചാൽ നിങ്ങൾ വിടുന്നില്ല. റിജാലു ശൈഖൈനി, ബുഖാരിയിലും മുസ്ലിമിലുമുള്ള റിജാലാണ്. ആരൊഴികെ? അഹ്മദ് അബൂ സഖർ ഒഴികെ. അദ്ദേഹമോ ഫമിൻ റിജാലി മുസ്ലിം, മുസ്ലിമിന്റെ റാവികളിൽപ്പെട്ട ആളാണ്. അപ്പൊ സഹീഹ് മുസ്ലിമിന്റെയും റാവിയുടെയും മുഴുവൻ റിജാലുകളുമുള്ള ഏറ്റവും പ്രസിദ്ധമായ ഹദീസാണ് ആലുവ സംവാദത്തിൽ കൊണ്ടുവന്നത്. ഇല്ല മൗലവി, ഇത്ര കൃത്യമായി വായിച്ചു തന്നിട്ട് ഞങ്ങൾ വായിച്ച സനദിൽ എവിടെയാണ് കുഴപ്പം? അപ്പോ ഇത് കൃത്യമായി അവരെ കിതാബ് തന്നെ വായിച്ചു കൊടുത്തു. അപ്പൊ ഇവരെല്ലാരും കൂടി ആകെ വയറിളകി. ഇവരെ പിന്നീട് ഭയങ്കര നോട്ടം. അപ്പൊ ഇതുവരെ കിതാബൊന്നും കൊണ്ടുവന്നിട്ടില്ല, നോക്കാനും പഠിച്ചിട്ടില്ല. ആകെ ബേജാറായിട്ട് സുബ്ഹാനല്ലാഹ്, അൽബാനി തന്നെ ഈ ഹദീസ് സ്വഹീഹാണെന്ന് പറഞ്ഞിട്ടുണ്ട് എന്നിങ്ങനെ പറഞ്ഞപ്പോ ഇസ്തിഹാസ അവിടെ സ്ഥിരപ്പെടുകയാണ്. ഈസാ നബി അലൈഹിസ്സലാം തന്നെ വന്ന് ജാറത്തിന്റെ അടുത്ത് പോയി ചോദിക്കാണ്. ഇത് ജനങ്ങൾ പഠിക്കുമെന്നായപ്പോൾ അവസാനം ഫൈസൽ മൗലവി, ഏത് നേരത്തെ പറഞ്ഞ ആ സാധനം ഉണ്ടല്ലോ, അയാൾ മെല്ലെ നോക്കി. കായക്കുടി പാപതൊന്നും അറിയുന്നില്ല. അയാൾ ഈ കമ്പ്യൂട്ടറിൽ ഇങ്ങനെ നോക്കി, അടിച്ചു നോക്കി കിതാബ്. അപ്പൊ അൽബാനിന്റെ കിതാബ് ഇങ്ങനെ വന്നു. അപ്പൊ കുറെ ഇങ്ങനെ നോക്കുമ്പോ ഈ പറഞ്ഞതൊക്കെ ഉണ്ട്. അൽബാനി ഏറ്റവും നല്ല സ്വഹീഹ് ഹദീസ് അതൊക്കെ പറഞ്ഞു. അപ്പൊ അതിന്റെ കുറെ അപ്പുറത്തുണ്ട്. നിങ്ങൾ ശരിക്കും മനസ്സിലാക്കണം, ഇവരെ കബളിപ്പിക്കല്. അതിന്റെ കുറെ അപ്പുറത്തുണ്ട് വഫീഹി ഇല്ലത്താനി. എന്താ അതിന്റെ അർത്ഥം? എറണാകുളം ഭാഗത്തൊക്കെ എല്ലാവർക്കും അറിയാം വഫീഹി ഇല്ലത്താനി എന്ന് കാണാതെ പഠിച്ചിട്ടുണ്ടല്ലോ. അതിന്റെ അർത്ഥം എന്താണെന്നറിയോ? വഫീഹി ഇല്ലത്താനി, അതിൽ 2 ന്യൂനത ഉണ്ട്. അപ്പോഴേക്ക് കായക്കൊടിയോട് പറഞ്ഞു, പേടിക്കണ്ട 2 ന്യൂനത ഉണ്ട് എന്ന് ഇതിൽ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ അതങ്ങോട്ട് പറഞ്ഞോളിയാണ്. ആ സംഗതി എന്താണെന്നറിയോ?
അത് ഈ ഹദീസ് കഴിഞ്ഞിട്ട് വേറൊരു ഹദീസ് പറയുന്നുണ്ട്. ആ ഹദീസിനെ കുറിച്ച് പറഞ്ഞതാണ്. പക്ഷെ ഹദീസ് മാറി അത് ബേജാറുകൊണ്ട് നോക്കുമ്പോ കണ്ടിട്ടില്ല. വേറൊരു ഹദീസ് വൈഫായതുകൊണ്ട് നമ്മൾ വൈഫാവും. ഇപ്പൊ ഞങ്ങള് മുജാഹിദ് മൗലവിമാരാ വൈഫായ കായക്കൊടിയുടെ കൂടെ ഞങ്ങൾ ഇരിക്കോട് നമ്മൾ വൈഫാവില്ലല്ലോ, മൂപ്പര് വൈഫാവുന്നല്ലാതെ. 12 വരി കട്ടിട്ടു. അവസാനം ഇയാൾ ആർജവത്തോടെ പച്ച നുണ. എന്ത് നുണ കാച്ചിയതെന്നറിയും നിങ്ങൾ നോക്ക്. ഇയാൾ എഴുന്നേറ്റ് പറഞ്ഞു, കായക്കൊടി നമ്മളിത് വായിച്ച ഉടനെ ആൽവി എന്ന് പറഞ്ഞു, മുസ്ലിയാരെ അൽബാനി നിങ്ങൾ എടുത്തില്ലേ, നിങ്ങൾ വായിച്ചതിന്റെ 2 വരി താഴെ വായിക്ക്, അതിലുണ്ട് വഫീഹി ഇല്ലത്താനി, 2 ന്യൂനത ഉണ്ട് എന്ന് അൽബാനി പറഞ്ഞിട്ടുണ്ട്. പച്ച നുണ. ഒന്ന് കേട്ടോ, ആർജവത്തോടെ നുണ പറയുന്നത്. കഥ കഴിഞ്ഞു മുസ്ലിയാക്കന്മാരെ. നിങ്ങളുടെ അൽബാനിയൊക്കെ നിങ്ങൾ എടുത്തില്ലേ, ആ വായിച്ചതിന്റെ താഴെയുണ്ട് ഞാൻ പറഞ്ഞ കാര്യം, വഫീഹി ഇല്ലത്താനി. നിങ്ങൾ വായിച്ചതിന്റെ 2 വരി താഴെ വായിക്ക്, വഫീഹി ഇല്ലത്താനി. ഞാൻ പറഞ്ഞ ന്യൂനതയുണ്ടെന്ന് ഞാൻ വെറുതെ പറഞ്ഞതാണെന്നാണോ നിങ്ങൾ വിചാരിച്ചത്? നിങ്ങൾ എന്ത് കൊണ്ടുവരുമെന്ന് ഞങ്ങൾക്കറിയാം. അതല്ലേ അവസാനത്തെ അവസരം വരെ കാത്തുനിന്നത്. ഞാൻ ഭയങ്കര വെല്ലുവിളി. നിങ്ങൾ വായിച്ചതിന്റെ 2 വരി താഴെ വായിക്ക്, വഫീഹി ഇല്ലത്താനി. സുബ്ഹാനല്ലാഹ്, ഈ കടുങ്ങാത്ത് കുണ്ടിൽ വെച്ചും ഞാൻ ചോദിക്കുന്നു, ഞങ്ങൾ പറഞ്ഞ ഹദീസ് അബൂ യഅല ഇമാമിന്റെ ഹദീസിന്റെ 2 വരി താഴെ വഫീഹി ഇല്ലത്താനി എന്ന് ആ ഹദീസിനെ കുറിച്ച് പറഞ്ഞതായി ചൂണ്ടിക്കാണിച്ചാൽ ഞങ്ങൾ പരസ്യമായി മാപ്പ് പറയാം. ധൈര്യമുണ്ടോ നിങ്ങൾക്ക്? ആർജവമുണ്ടോ? ആണത്തമുണ്ടോ? ഇവിടെ ഈ വിഷയത്തിൽ ഒരു വാദപ്രതിവാദത്തിന് നിങ്ങൾക്ക് നട്ടലുണ്ടോ എന്ന് ഞങ്ങൾ ചോദിക്കുകയാണ്. പച്ച നുണ. ഹബീബ് റസൂലുള്ളാഹി പറഞ്ഞത് ഞാൻ ഓർക്കുന്നു, ദജ്ജാലൂന കദ്ദാബൂൻ ശഫീഉനാ മുഹമ്മദുർ റസൂലുള്ളാഹി. എന്നിട്ട് എന്തൊക്കെ കബളിപ്പിക്കൽ നടന്നറിയോ? പാവപ്പെട്ട ജനങ്ങളോട് പറഞ്ഞു, കണ്ടോ മൗലവിമാർക്ക് മാത്രമല്ലേ തിരിയുള്ളൂ, പാവം മുജാഹിദ് അണികൾക്ക് തിരിയില്ലല്ലോ. ഓരോട് കാണിച്ചു കൊടുത്ത് പേടിക്കാണ്ട്, ഇതിലുണ്ട് വഫീല്ലത്താനി. എന്റെ അടിയിൽ ഇങ്ങനെ കാണിച്ചു കൊടുത്ത്, കണ്ടോ വഫീല്ലത്താനി, മുകളിൽ ഹദീസും. ഇടയ്ക്ക് ഹദീസ് മാറിപ്പോയത് ഈ ചങ്ങാതിമാർക്ക് അറിഞ്ഞൂടല്ലോ. പക്ഷേ സത്യം ഒരു നാൾ പുറത്തു വന്നു. വഫീഹി ഇല്ലത്താനിന്ന് കള്ളത്തരം വായിച്ചു. വേറെ ഹദീസിനെ കുറിച്ച് പറഞ്ഞത് ഈ ഹദീസിനാക്കി വായിച്ചു. അത് അള്ളാഹു അവരുടെ നാവ് കൊണ്ട് തന്നെ പുറത്തു കൊണ്ടുവന്നു. കൊണ്ടുവാ സക്കരിയ സ്വലാഹിയെ. അയാളുണ്ടാവും പിന്നെ എല്ലാം തിരുത്താൻ ഈ സാധുണ്ടോ? നിങ്ങൾ ശരിക്ക് ചിന്തിച്ചോ, ആത്മാർത്ഥമായി ചിന്തിച്ചോ. മുജാഹിദിന്റെ കൂടെ കൂടിയവരോടും പറയുന്നു, മുജാഹിദ് കള്ളന്മാരാണെന്ന് ഞങ്ങൾ വെറുതെ പറയില്ല. കിതാബിന്റെ പേരിൽ പച്ചനുണ പറഞ്ഞു. അൽബാനി എന്ന ഇവര പണ്ഡിതന്റെ പേരിൽ തന്നെ പച്ചനുണ. അൽബാനി പറയാത്തത് അൽബാനിയുടെ പേരിൽ പറഞ്ഞു. അത് പറഞ്ഞ് നിങ്ങൾ കേട്ടല്ലോ. നിങ്ങൾ വായിച്ചതിന്റെ 2 വരി താഴെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ സക്കരിയ സ്വലാഹി ഗൾഫിലെത്തി. അതാ തൊപ്പിയിട്ടത്. ഇവിടുന്ന് തൊപ്പിയിടൂലല്ലോ. ഗൾഫിലെത്തിയപ്പോ അവരെ പ്രവർത്തകന്മാരെന്നെ ചോദിച്ചു, അല്ല ഇങ്ങനെ കുന്നത്തേരി, ആലുവ കുന്നത്തേരിയിൽ നടന്ന ഒരു വാദപ്രതിവാദത്തിൽ നമ്മള് അൽബാനിയുടെ കിതാബ് കായക്കൊടി വായിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ വായിച്ച ഹദീസിൽ 2 ന്യൂനതയുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ മടപൂരികൾ പറഞ്ഞു. മടപൂരികൾ നമ്മളെ സലാം സുല്ലമിന്റെ നേതൃത്വത്തിൽ അന്ന് തന്നെ രംഗത്തിറങ്ങി ഇതിനെതിരെ. സലാം സുല്ലമി ഷബാബിൽ ലേഖനം എഴുതി, കായക്കൊടി എനിക്കും കൂടി നഷ്ടമായിപ്പോയി നിങ്ങളെ ഈ കാട്ടിക്കൂട്ടലുണ്ട്, എന്റെ ശിഷ്യന്മാരാണ് നിങ്ങൾ, എന്തിനാ ഈ ജാതി കട്ടത് എന്ന് ഏറ്റവും വലിയ കള്ളനായ സുല്ലമി എന്നെ ചോദിച്ചു. അപ്പൊ ഈ കളവിന്റെ ആഴത്രയാണ് നിങ്ങൾ ചിന്തിക്കണം. അപ്പൊ സക്കരിയ സ്വലാഹിനോട് ചോദ്യം, അല്ലല്ല എന്താ അങ്ങനെ? അപ്പൊ സക്കരിയ സ്വലാഹിന്റെ മറുപടി അയാൾ പറയാണ്, കേട്ടോളൂ. അയാൾ പറഞ്ഞു, അൽബാനി അങ്ങനൊന്നും പറഞ്ഞിട്ടില്ല, അത് വേറെ ഹദീസിനെ കുറിച്ച് പറഞ്ഞതാണ്. പക്ഷെ മൂപ്പര് ആ കിതാബിലുണ്ട് എന്നേ പറഞ്ഞിട്ടുള്ളൂ. കിതാബിൽ അങ്ങനെ എന്തെല്ലാം ഉണ്ടാവും, അതെല്ലാം വായിക്കല. ഒരു ഹദീസ് വായിക്കുമ്പോ കിതാബിലുള്ളതൊക്കെ വായിക്കല. ആ ഹദീസിന്റെ ശറയിൽ പറഞ്ഞതല്ലേ വായിക്കേണ്ടത്? ഇതിന് മൂപ്പര് പറയാ, അത് അയാൾ തന്നെ പറഞ്ഞോട്ടെ. ആ ചോദ്യോത്തരം നിങ്ങളത് കേട്ടോളൂ. കുന്നത്തേരി റസൂലിനെ വിളിച്ച് പ്രാർത്ഥിക്കുക എന്നുള്ള ഹദീസായിട്ട് അവരോധിയ ലൈൻകാമ എന്ന ഹദീസില് പിന്നെ 2 ന്യൂനതകളുണ്ട്. 2 ഇന്നത്താനി എന്ന് ഹനീഫ് പോലും പറയുണ്ടായി. എന്നാൽ അത് ആ ഹദീസിനെ സംബന്ധിച്ചല്ല, മറ്റൊരു ഹദീസിനെ സംബന്ധിച്ചാണെന്ന് ഇപ്പോൾ നിരന്തരമായിട്ട് മടപൂരികൾ പ്രചരിപ്പിക്കുന്നുണ്ട്. അതിന്റെ നിരസ്ഥിതി എന്താണ്? അത് നിങ്ങള് ആ ഭാഗം ശ്രദ്ധിച്ചു കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും. അൽബാനിയിൽ നിന്ന് അൽബാന്റെ സിൽസില എന്ന് അവർ വായിച്ചപ്പോ ഹനീഫ് മൗലവി പറഞ്ഞത്, നിങ്ങൾ ആ വായിച്ചതിന്റെ താഴെ 2 ന്യൂനത ഉണ്ട് എന്നും പറഞ്ഞിട്ടുണ്ട്.
അതിലുണ്ട് എന്നല്ല മൂപ്പര് പറഞ്ഞിട്ടുള്ളത്. ഹനീഫ് അലി പറഞ്ഞത് നിങ്ങൾ ആ വായിച്ചതിന്റെ താഴെ ഉണ്ട് എന്നാണ്. ഇതിൽ ന്യൂനതയോ എന്നൊക്കെ പറഞ്ഞിട്ട് അവർ പറയുന്നുണ്ട്. നിങ്ങൾ താഴെ വായിക്കുക, മുഴുവൻ വായിക്കുക, അപ്പൊ അതിന്റെ താഴെ എഴുതിയിട്ടുണ്ട് ന്യൂനത ഉണ്ട്. അതാ ഞാൻ പറഞ്ഞത്, അത് ഞാൻ തെളിയിക്കും. അല്ല നിങ്ങൾ എല്ലാ സനതും വായിക്കുക, അപ്പൊ എവിടെയാ ന്യൂനത എന്ന് ഞാൻ പറഞ്ഞുതരാ എന്നൊക്കെ മൂപ്പര് പറഞ്ഞിട്ടുണ്ട്. മൂപ്പര് ആ സിൽസിലയിൽ ഉണ്ട് എന്നേ മൂപ്പര് പറഞ്ഞിട്ടുള്ളൂ. ആ ഹദീസിനെ പറ്റിയാണെന്ന് വ്യക്തമായി മൂപ്പര് പറഞ്ഞിട്ടില്ല. അത് ഇവർ പ്രചരിപ്പിക്കുന്നതാണ്. ഷെയ്ഖ് അൽബാനി അതിൽ ന്യൂനത ഉണ്ട് എന്ന് പറഞ്ഞിട്ടില്ല. അതിന്റെ താഴെയുള്ള ഹദീസിനെ പറ്റിയാണ് ന്യൂനത ഉണ്ട് എന്ന്. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു കേട്ടാ മനസ്സിലാവും. എങ്ങനെയുണ്ട്? വാദപ്രതിവാദത്തിന് പാച്ച നുണ പറഞ്ഞിട്ട് പാളിങ്ങനെ ചോദ്യത്തിന് ഇങ്ങനെ ഉരുണ്ട് മറിഞ്ഞ് അവസാനം ഷെയ്ഖ് അൽബാനി അങ്ങനെ പറഞ്ഞിട്ടില്ല, കഴിഞ്ഞിട്ടില്ല, കേൾപ്പിച്ചു കൊടുക്കുക ബാക്കിയും കൂടി. അദ്ദേഹത്തിന്റെ വാക്കുകള് അങ്ങനെയാണ്. നിങ്ങൾ ആ വായിച്ചതിന്റെ താഴെ ഉണ്ട് ന്യൂനത ഉണ്ടെന്നും പറഞ്ഞിട്ടുണ്ട്. അത് ഈ ഹദീസിനെ പറ്റിയാണെന്ന് അങ്ങനെ കൃത്യമായിട്ട് സ്പെസിഫൈ ചെയ്ത് ഇവർ പറഞ്ഞിട്ടില്ല. ഉണ്ട്, അതുണ്ട്, അത് താഴെ ഉണ്ട്. നിങ്ങൾ ആ വായിച്ചതിന്റെ താഴെ ഫീ ഇല്ലത്താനിന്നുണ്ട്. ഉണ്ട്, ശരിയാണ്. അത് അതെ, നിങ്ങൾ സെനത് വായിക്കി. അപ്പൊ ഞാൻ പറഞ്ഞുതരാം ഏതിനാ ന്യൂനത. നിങ്ങൾ എല്ലാ സെനതും കൊണ്ട് വായിക്കും. ന്യൂനത ഉള്ളതുണ്ട് ഇല്ലാത്തതുണ്ട് ഒക്കെ പറഞ്ഞുതരാം. നിങ്ങൾ സെനതിങ് വായിക്കി എന്നാ പറയണത്. എന്ത് അവര് പിന്നെ പറഞ്ഞ ന്യൂനത ഉണ്ട് തെളിയിക്കണം. അത് അവരെ കോളേജിന്റെ മുമ്പ് തന്നെ പോയിട്ട് ഇവർ തെളിയിക്കുകയും ചെയ്തല്ലോ. അതിൽ 2 റിപ്പോർട്ടർമാരെ കുറിച്ച് ആക്ഷേപമുണ്ട്. അത് ന്യൂനതയാണ്. അഹമ്മദ് ബിൻ ഈസ അബൂ സഖർ എന്ന 2 റിപ്പോർട്ടർമാരെ കുറിച്ച് ആക്ഷേപമുണ്ടെന്ന് ഈ അഹ്സനിമാരെ കോളേജിന്റെ മൂക്കിനിയോട്ടിൽ വെച്ച് പോയി പറയുകയും ചെയ്തു. ശരി. അപ്പൊ ആലിവീര് പറഞ്ഞ അഹ്സനിമാരെ കോളേജിന് മുമ്പാണ് അത്ര മറുപടി. എന്താ ആലുവയിൽ ഈ ഹൗസിന്റെ മുന്നിൽ നിന്ന് മറുപടി പറഞ്ഞു. പിറ്റേ ദിവസം തിരിച്ചു മറുപടി പറഞ്ഞിട്ടുണ്ട്. പിന്നെ ആ വായിക്ക് ചവിട്ടിയിട്ടില്ല, നിങ്ങള് കഴിയൂല നിങ്ങളെ കൊണ്ട്. എന്നിട്ട് ആരാ ന്യൂനത ഇപ്പൊ പറഞ്ഞത്? അഹ്മദ് ബിൻ ഈസ അബൂ സഖർ. നിങ്ങൾ ചേകനൂരാവുന്ന ഞാൻ വെറുതെ പറഞ്ഞതല്ല. വെറുതെ പറഞ്ഞ ആരാടോ അഹ്മദ് ബിൻ ഈസ? അഹ്മദ് ബിൻ ഈസ ദഈഫോ, ന്യൂനതയുള്ള ആളോ? ഇമാം ബുഖാരിയുടെ ഉസ്താദാണ്. ഇമാം ബുഖാരിയുടെ സഹീഹുൽ ബുഖാരിയിൽ ഒരുപാട് സ്ഥലത്ത് അഹ്മദ് ബിൻ ഈസന്റെ ഹദീസുണ്ട്. ഇമാം അബൂ സഖർ ആരാ? ഇമാം മുസ്ലിമിന്റെ ഗുരുനാഥനാണ്. ഇമാം മുസ്ലിമിന്റെ ഗുരുനാഥൻ ഈ സഹീഹ് മുസ്ലിമിൽ ഒരുപാട് തവണ ഹദീസ് ഉദ്ധരിച്ച അബൂ സഖറും അഹ്മദ് ബിൻ ഈസയും ദഈഫോ. പച്ച നുണ പറയുന്നു. ഇനി ബാക്കി കൂടി കേട്ടോ. എന്താ ഇവർക്ക് പറ്റിയത്? അത് വേറെ വിഷയമാണ്, പിന്നുണ്ടായ വിഷയമാണ്. അവരെ ചോദ്യം അങ്ങനെയല്ല. അവരെ ചോദ്യം ആ ഹദീസിന്റെ വിശദീകരണത്തിൽ ഫീ ഇല്ലത്താനി എന്ന് അൽബാനി പറഞ്ഞിട്ടുണ്ടോ? വിശദീകരണത്തിലുണ്ട്. വിശദീകരണത്തിൽ വേറൊരു ഹദീസ് കൊണ്ടുവന്നു, ആ ഹദീസിനെ പറ്റി പറഞ്ഞു. അതെങ്ങനെ പിന്നെ ഇതിന്റെ വിശദീകരണമാവുക? ഒരന്തമൊന്നും ഇയാൾക്കില്ലട്ടോ. അപ്പൊ 2733 നമ്പർ ഹദീസാണെങ്കിൽ 2734 വരെ അതിന്റെ വിശദീകരണം തന്നെയല്ലേ? ആ വിശദീകരണത്തിനിടയിൽ തന്നെ ഇത് പറയണത്. അതോൽക്ക് തെറ്റിപ്പോയതാ, പിന്നെ ഒരു മാറ്റി. അപ്പോ ഒരു നമ്പർ കഴിഞ്ഞാൽ അടുത്ത നമ്പർ വരെ മൊത്തം ഈ ഹദീസിന്റേതാണ്. ഇയാൾ ആ ഫത്തുൽ ബാരിങ്കിലും ഒന്ന് എടുത്തു കൂടെ ചങ്ങാതി. ഒരു ഹദീസ് കഴിഞ്ഞാൽ വേറെ ഹദീസ് കൊണ്ടുവരും. അതിന് നമ്പർ ഇടാതെ തന്നെ കൊണ്ടുവരും. അതിന്റെ സനത് പറയും. ഇതിന്റെ സനദാ? ഒരു ബോധമില്ലാതെ സംസാരിച്ച് സമൂഹത്തെ നശിപ്പിക്കുന്നു. അവിടെയാണ് സക്കരിയാന്റെ ഉപദേശം എനിക്ക് ഓർമ്മ വരുന്നത്. സക്കരിയ സലായി എന്ന മൂപ്പരോട് ഒരു ഉപദേശം നല്ലതാണ്. ഇടയ്ക്ക് നോണ പറയുന്നതിന് കുഴപ്പമില്ല, അത് സ്ഥാപിക്കാനെങ്കിലും പഠിക്കണം. ഒന്ന് പറയട്ടെ നമ്മളെ സക്കരിയ സലായി. നോണ പറയാൻ പഠിച്ചാൽ പോരടോ, അത് സ്ഥാപിക്കാൻ കൂടി പഠിക്കണം. നോണ പറയാൻ പഠിച്ചാൽ പോരടോ, അത് സ്ഥാപിക്കാൻ കൂടി പഠിക്കണം. അതാ നിങ്ങൾക്ക് പറ്റിയ കുഴപ്പം. നിങ്ങൾ ആ വഫീലത്താനിന് പറഞ്ഞ മാത്രമല്ല, അത് സ്ഥാപിക്കാൻ നിങ്ങൾ പഠിച്ചില്ല, ഒന്നിനും പഠിച്ചില്ല. അവ സ്വഭാവം എന്ന് പറഞ്ഞാൽ പറയലാന്ന് മനസ്സിലായും ചെയ്തു. പിന്നെ സ്ഥാപിക്കാനാണ് പഠിക്കേണ്ടത് എന്നൊരു ഉപദേശവും. അപ്പൊ നിങ്ങൾ കരുതുന്ന മടവൂരികൾ എന്താ അതിനെ കുറിച്ച് പറഞ്ഞത്? അതിനാണിപ്പോ കൊല്ലത്തിപ്പോ കഴിഞ്ഞ 1 മാസം ആയിട്ടുണ്ടാവില്ല, വീണ്ടും ഞങ്ങൾ ചെന്നു. ഞാനുണ്ട്, നമ്മളെ അൻവരിണ്ട്, അതുപോലെ രാമന്തരി, ഞങ്ങൾ എല്ലാവരും ചെന്നു. മടവൂരികൾ പറഞ്ഞു ഈ ഹദീസ് ഖുർആനിനെതിരാണ്. ഒരു പറഞ്ഞത് കേട്ട് നോക്കുമ്പോ അതിന്റെ റസൂലും ഭയങ്കര ഫൈറ്റിംഗ് തോന്നിപ്പോയി. കാരണം അള്ളാഹ് പറഞ്ഞതിനെതിരെ ഖുർആൻ നബി പറഞ്ഞാൽ സ്വീകരിക്കൂലാതാവാം. വേറൊരു മൗലവി പറഞ്ഞാൽ ദഈഫാണ്. നമ്മളൊരൊറ്റ ചോദ്യം ചോദിച്ചു, ആ വ്യവസ്ഥയൊന്നും നടന്നില്ല, അയാൾ പോയി. ഈ ഹദീസിനെ കുറിച്ച് മാത്രമായിരുന്നു അന്ന് ചെന്ന്. ഏത് ഹദീസിനെ കുറിച്ച്? ഈസാ നബി അലൈഹിസ്സലാം അവിടെ ജാറത്തിന്റെ അടുത്ത് വരും എന്ന് പറഞ്ഞ ഹദീസിനെ കുറിച്ച്. അവസാനം മടവൂരികളോട് നമ്മൾ ചോദിച്ചു, മുന്നിലിരുത്തിയിട്ട് പറ, ആര് പറഞ്ഞു ഇത് ദഈഫാണ്? ഒരൊറ്റ പണ്ഡിതനെ ചൂണ്ടിക്കാണിക്കാൻ കഴിയുമോ? ഖുർആനിനെതിരാണെന്ന് ആര് പറഞ്ഞു?
ആവർത്തിച്ച് ചോദിച്ചു, മിണ്ടാൻ കഴിഞ്ഞില്ല. ഒരൊറ്റ പണ്ഡിതനും പറഞ്ഞിട്ടില്ല. എല്ലാ പണ്ഡിതന്മാരും ഇത് സ്വഹീഹ് എന്നാ പറഞ്ഞത്. കേട്ടോളൂ, കൊല്ലത്തുനിന്നുള്ള ഒരു ചെറിയ ആ വിഷയത്തിലെ ആ CD ഇറങ്ങുന്നേ ഉള്ളൂ. അതുകൊണ്ട് കൊല്ലത്ത് മടവൂരികൾ ഇപ്പൊ ഓല് നെളിയണ്ട, ഓലോട് ഇത് പറഞ്ഞിട്ടുണ്ട്. ഓൽക്കും മിണ്ടാൻ കഴിഞ്ഞിട്ടില്ല. മടവൂരിന്റെ നേതാവായ അലിമദനിയെയും നസാഫിനെയും ഒക്കെ മുന്നിലിരുത്തിയിട്ട് കൊല്ലത്ത് വെച്ച് ഈ ഹദീസ് ഞങ്ങൾ സംസാരിച്ചതെന്ന് കണ്ടു. അള്ളാഹു മാത്രമാണ് ഇലാഹെന്നും മറ്റുള്ളവർ അള്ളാഹുവിന്റെ അടിമകളാണെന്നും വിശ്വസിച്ചുകൊണ്ട് അമ്പിയാക്കൾ ഔലിയാക്കൾക്ക് അള്ളാഹു നൽകുന്ന കറാമത്ത് മുഅ്ജിസത്തിന്റെ അടിസ്ഥാനത്തിലുള്ള സഹായനേട്ടമുണ്ടല്ലോ, അതൊരിക്കലും വിരോധിക്കപ്പെട്ടതല്ല. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട ഈസാ നബി പോലും ഇവിടെ വന്നിട്ട് വലിയ ദജ്ജാലിനെ കൊന്നതിന്റെ ശേഷം ചെറിയ ദജ്ജാലുകളായ നിങ്ങളുടെ ആദർശത്തെ തട്ടിത്തകർത്ത് റൗലയിൽ ചെന്നിട്ട് നിങ്ങൾ ചോദിച്ചു, എവിടുന്നാ നിങ്ങൾക്ക് കിട്ടിയത് ജാറത്ത് പോവാനും? ഞങ്ങളെ നേതാവ് ഈസാ നബി പഠിപ്പിച്ചതാകുന്നു. അത് ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്നത് ഞങ്ങളുടെ നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി. നിങ്ങൾ ആകെ പറഞ്ഞ മറുപടി ഖുർആനെതിരാണ്. ആരാടോ ഇത് പറഞ്ഞത്? ഖുർആനെതിരാണെന്ന് നസ്സാഫ് പോലും പറഞ്ഞാൽ ഖുർആനെതിരാകുമോ? ഇത് ഖുർആനെതിരാണെന്ന് ഏതെങ്കിലും ഒരു ഇമാമ് പറഞ്ഞോ? നബവി ഇമാമ് പറഞ്ഞോ? റാഫി ഇമാമ് പറഞ്ഞോ? അസ്കലാനി ഇമാമ് പറഞ്ഞോ? റാസി ഇമാമ് പറഞ്ഞോ? ആര് പറഞ്ഞു ഇത് ഖുർആനെതിരാണ്? നിങ്ങളെ കേവലം ബുദ്ധിയിൽ നിന്ന് ഉടലെടുത്ത തീരുമാനമുണ്ടല്ലോ, അതാ ഞങ്ങൾ അറബിക്കടലിലേക്ക് വലിച്ചെറിയുകയാണ്. ഞങ്ങളുടെ തീരുമാനത്തിന്റെ മുന്നിൽ നിലനിൽക്കാൻ കഴിയില്ല. എന്നിട്ട് പല പൊട്ടിക്ക എന്ത് ഇബ്രാഹിം നബി അള്ളഹാനോട് പ്രാർത്ഥിച്ചു, അത് സ്വന്തം കവലപ്രസംഗം നടത്തുമ്പോൾ പറ്റും. ഞങ്ങൾക്ക് പ്രാർത്ഥന എന്താ നിങ്ങൾക്ക് വയനാട്ടിൽ നിന്ന് പഠിപ്പിച്ചത്. നിങ്ങൾക്ക് പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ പഠിച്ചോ, ഇലാഹാണ്, ദൈവമാണ് എന്ന നിലക്കുള്ള തേട്ടം. ദാദാ നിങ്ങളെ ബുക്കാണിത്. ഇതിലെന്താ പറഞ്ഞത്? ദൈവമാണെന്നോ ആരാധ്യനാണെന്നോ ദിവ്യത്വമുണ്ടെന്നോ നിലക്കുള്ള ചോദ്യമാണ് പ്രാർത്ഥന. ഇത് അള്ളാഹിനോടെ പറ്റുള്ളൂ. അതാണ് വഅന്നൽ മസാജിദ ലില്ലാഹി ഫലാ തദ്ഉ മഅല്ലാഹി അഹദാ. ഞങ്ങൾ നബിയോട് ചോദിക്കുന്നതോ റബ്ബാണെന്ന നിലക്കല്ല, ദൈവമാണെന്ന നിലക്കല്ല. ഞങ്ങൾ അള്ളാഹിന്റെ അടിമയാണ്, അവിടത്തേക്ക് മുഅ്ജിസത്തുണ്ട് എന്ന അടിസ്ഥാനത്തിലാണ്. അങ്ങനെ ചോദിക്കാമെന്ന് ആരാ പഠിപ്പിച്ചത്? ഞങ്ങളെ നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി. പഠിച്ചോ? ആര് പഠിപ്പിച്ചു? നേതാവ് പഠിപ്പിച്ചു. എവിടെ പഠിപ്പിച്ചു? എന്റെ ജാറത്തിന്റെ സമീപത്ത് വന്ന് വിളിക്കുമ്പോൾ ഉത്തരം ചെയ്യും. ഞങ്ങളുടെ തെളിവാണ്. നിങ്ങൾ പറഞ്ഞു ഖുർആനെതിരാണ്. ആര് പറഞ്ഞു ഖുർആനെതിരാണ്? ഒരൊറ്റ പണ്ഡിതരെ ചൂണ്ടിക്കാണിക്കാൻ വെല്ലുവിളിക്കുന്നു മുന്നിൽ വെച്ച്. നേരെ മുന്നിൽ വെച്ചല്ലേ പറയുന്നത്? അതിന് ഒന്ന് തെളിയിക്ക്. ഒരൊറ്റ പണ്ഡിതനെ ഇത് ഖുർആനെതിരാണ് നിങ്ങളാണ് പറഞ്ഞാൽ മതിയോ? ദഈഫാണെന്ന് ആര് പറഞ്ഞു? സ്വഹീഹാണെന്ന് ആര് പറഞ്ഞു? ദാ പിടിച്ചോ, നിങ്ങളുടെ നേതാവ് അൽബാനി പറഞ്ഞു സ്വഹീഹാണ്, ഹാഫിദുൽ ഹൈസമി പറഞ്ഞു സ്വഹീഹാണ്, ഇമാം അബൂ യഅല ഉദ്ധരിച്ചു, ഇമാം അസ്ഖലാനി ഉദ്ധരിച്ചു, ഹൈതമി ഉദ്ധരിച്ചു, ഇബ്നു ഹജർ പറഞ്ഞു, ഇമാം സുയൂത്തി പറഞ്ഞു. ഇവരാരും ഇത് ഖുർആനെതിരാണെന്ന് പറഞ്ഞിട്ടില്ല, ദഈഫാണെന്നും പറഞ്ഞിട്ടില്ല. അവരാരും പറയാതെ മുസ്ലിം സമുദായത്തെ ഭിന്നിപ്പിക്കാൻ ഖുർആനെതിരാണെന്ന വാദം കൊണ്ടുവന്നവരോട് നിങ്ങളെ ശബാബിന്റെ മറുപടി കേട്ടോ, ഖുർആനെതിരായി നബിതങ്ങൾ സംസാരിക്കുകയില്ല. ദേഷ്യം പിടിച്ചിറങ്ങിപ്പോയി, എല്ലാം ഇറങ്ങിപ്പോയി. വാദപ്രതിവാദം ഉണ്ടായില്ല, ഒന്നുണ്ടായി. നോക്കൂ നിങ്ങൾ. അപ്പൊ ഇവർക്ക് പറ്റാത്തൊക്കെ ദഈഫ്. പണ്ട് സലാം സുല്ലമി ബുഖാരിന്ന് 60 ഹദീസ് ദഈഫാക്കി. ബുഖാരിന്നാണ് ഈ ദഈഫാക്കുന്നത്. അപ്പൊ എല്ലാരും കൂടി ഒച്ചുണ്ടാക്കി, എന്താ മൗലവി നിങ്ങൾ എങ്ങനെ 60 ഹദീസ് ദഈഫാക്കല്? അപ്പൊ സുല്ലമിന്റെ ചോദ്യം എന്താ അറിയോ? ഞാൻ 60 ഹദീസ് ദഈഫാക്കിയത് നിങ്ങൾക്ക് എന്താണോ നഷ്ടം? ഞാൻ 60 90 എത്ര ഹദീസോ നിങ്ങൾക്ക് എന്താ ഉള്ളത്? ആ ചോദ്യം ഒന്ന് കേട്ടോ, വെറുതെ പറയില്ല. ഇതെന്നാ പറഞ്ഞത്? ഞാൻ 60 ഹദീസ് ലൈഫാക്കിയിട്ട് മുജാഹിദ് എന്തെങ്കിലും നഷ്ടപ്പെട്ടുള്ള സുന്നത്ത്? നിങ്ങൾ 60 ഹദീസ് ലൈഫാക്കിനെ പറയില്ലാതെ കൂട്ടരെ ഞാൻ ഒരു ഹദീസ് ലൈഫാക്കിയോണ്ട് മുജാഹിദ് പ്രസ്ഥാനം വിശ്വസിച്ചു പോകുന്ന ഏത് വിശ്വാസത്തിനെ നഷ്ടം സംഭവിച്ചത്? ഏത് സുന്നത്തെ അവർക്ക് നഷ്ടപ്പെട്ടത്? മൂപ്പർക്ക് ദഈഫാക്കിന് പ്രശ്നമൊന്നുമില്ല. അതുകൊണ്ട് ഇപ്പൊ നിങ്ങൾക്ക് എന്താ നഷ്ടപ്പെട്ടത് നാം മൂപ്പർക്ക് അറിയേണ്ടത്. നിങ്ങൾക്ക് തോന്നുമ്പോൾ നഷ്ടപ്പെടുത്താനും ദഈഫാക്കാനുമുള്ളതല്ല ഞങ്ങളുടെ നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാക്ക്. അതാണ് ഹദീസ്. ഇതെല്ലാം പറയുമ്പോ ഇനി നാളെ എന്താ പറയാന്നറിയോ? ഞാൻ അഡ്വാൻസ് ആയിട്ട് അങ്ങ് പറഞ്ഞുതരാ. ഈ നാളെ അങ്ങോട്ട് കൊണ്ടുവരും ഈ പുസ്തകം. ഇതേതാ? പൊന്മള അബ്ദുൽ ഖാദിർ മുസ്ലിയാരുടെ ഫതാവ മുഹ്യിസുന്ന. അല്ലാഹു പൊന്മള ഉസ്താദിന് ആഫിയത്തും ദീർഘായുസ്സും നൽകുമാറാകട്ടെ. അതുപോലെ ഒട്ടപ്പുറം സംവാദം എന്ന പുസ്തകം, നമ്മൾ ആ പ്രാർത്ഥന എന്നുള്ള ബുക്കുണ്ടതാ. ഇതൊക്കെ വലെ ഈയാദി ഖുറാഫാത്ത മൗലവിമാരെ ഇറക്കി വിടുന്നതാ. അതില് പിന്നെ കൊണ്ടുവരും. പിന്നെ ഏത് വഴിപിരിഞ്ഞവർക്ക് എന്ത് പറ്റി ഹാഷിം നഈമിയുടെ ബുക്ക്. ഇതിലൊക്കെ എന്താ ഉള്ളത്? അതിലൊക്കെ അല്ലാത്തവരോട് പ്രാർത്ഥിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. മുസ്ലിയാർ ഇവിടെ വന്നിട്ട് പറഞ്ഞത് പ്രാർത്ഥിക്കാൻ പാടില്ല എന്നാണ്. കേട്ടോ, പഠിപ്പിച്ചു തരാ.
പ്രാർത്ഥന ഞാൻ ഇവിടെ വിശദീകരിച്ചത് ഇസ്ലാമിന്റെ സാങ്കേതികാർത്ഥത്തിലുള്ള പ്രാർത്ഥന. അത് അള്ളാഹുവിനോട് മാത്രമേ പറ്റൂ, ഞങ്ങൾക്കതിൽ തർക്കല്ല. പക്ഷേ പ്രാർത്ഥന ഭാഷാപരമായ പ്രാർത്ഥനയും ഉണ്ട്. അതേതാ ഭാഷാപരമായ പ്രാർത്ഥന? പഠിച്ചോളൂ. അത് ഭാഷാ നിഘണ്ടു മറിക്ക് ശബ്ദധാരാവലി മറിക്ക്, അതുപോലെയുള്ള മലയാള പദത്തിന്റെ അർത്ഥം പറയുന്ന ഡിക്ഷണറി മറിക്ക്. അപ്പൊ അതിൽ കാണാ മലയാളത്തിൽ പ്രാർത്ഥന അറിഞ്ഞാൽ അത്രേ ഉള്ളൂ. യാചന, സഹായം തേടുക, ഇതിനൊക്കെ പ്രാർത്ഥന എന്ന് മലയാളത്തിൽ പറയും. അപ്പോ ആ അർത്ഥത്തിൽ വെറും സഹായം തേടുക, സഹായാർത്ഥന നടത്തുക, അതിന്റെ പര്യായമായി പ്രാർത്ഥിക്കാൻ മറ്റുള്ളവരോട് പറ്റുമോ എന്ന് ചോദിച്ചാൽ അപ്പ പറ്റും എന്ന് തന്നെയാണ് മറുപടി. അത് ഭാഷാപരമായ പ്രാർത്ഥനയാണ്. അത് ഈ നിങ്ങൾ വായിക്കുന്ന പൊന്മള ഉസ്താദിന്റെ ബുക്കിന്റെ 38ാമത്തെ പേജാണ് ഇവർ വായിക്കുന്നത്. അതിൽ 40ാമത്തെ പേജ് ഒന്ന് മറിച്ചാൽ മതി. ആ സംശയത്തിന്റെ മറുപടി പൊന്മള ഉസ്താദ് തന്നെ പറഞ്ഞിട്ടുണ്ട്. എന്താ ഉസ്താദ് പറഞ്ഞത് കേട്ടോ? മേൽ ഉദ്ധരിച്ച ആയത്ത് ഹദീസുകളിൽ നിന്ന് മരിച്ചുപോയ മഹാത്മാക്കളെ വിളിച്ച് സഹായം വർത്തിക്കുന്നത് ഖുർആനിനും സുന്നത്തിനും വിരുദ്ധമല്ലെന്നും മറിച്ച് ഖുർആനും സുന്നത്തും അതിന് പ്രചോദനം നൽകുകയാണെന്നും വ്യക്തമായി. അപ്പൊ സഹായം ചോദിക്കുക, സഹായം വർത്തിക്കുക, ഈ അർത്ഥത്തിലുള്ള ഭാഷാപരമായ പ്രാർത്ഥന അത് അള്ളാഹു അല്ലാത്തവരോടുമാകാം. അതെങ്ങനെയാണെന്ന് ഒരു ഉദാഹരണം പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ആരാധന അള്ളാഹിനോട് മാത്രമല്ലേ, അതിന് തർക്കമല്ലല്ലോ. ആരാധന ആർക്ക് മാത്രം? അള്ളാഹ്ക്ക് മാത്രം. പക്ഷെ നമ്മുടെ നാട്ടിൽ ഒരു ക്രിക്കറ്റ് കളിക്കാരൻ വന്നു, അല്ലെങ്കിൽ ഒരു ഫുട്ബോൾ താരം വന്നു. അപ്പൊ അടുത്ത ദിവസം പത്രം എഴുതി, കടുങ്ങാത്തുകുണ്ടിൽ ക്രിക്കറ്റ് താരം വന്നപ്പോൾ അദ്ദേഹത്തിന്റെ ആരാധകർ തടിച്ചുകൂടി. ആ മൗലവി എന്താ മനസ്സിലാക്കേണ്ടി? തടിച്ചുകൂടിയവരൊക്കെ കാഫിറായി, കാരണം ആരാധകരാണല്ലോ. അങ്ങനെ അതിന്റെ അർത്ഥം അല്ല. ആ ആരാധകർ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? അത് നമ്മളീ പറഞ്ഞ ഭാഷാ സാങ്കേതിക അർത്ഥത്തിലുള്ള ദൈവമാണെന്നുള്ള ആരാധന അല്ല, മറിച്ച് അയാൾ ഇഷ്ടപ്പെടുന്ന സ്നേഹിക്കുന്ന ആളുകൾ എന്നതിന് അർത്ഥമുള്ളൂ. അത് ഭാഷാപരമായ ഒരു പ്രയോഗമാണ്. എന്ന് പറഞ്ഞ പോലെ അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുക എന്നതിന് ഭാഷാപരമായി സഹായം തേടുക, യാചിക്കുക എന്നൊക്കെ അർത്ഥമുണ്ട്. ആ അർത്ഥത്തിലാണോ? അതല്ല നമ്മുടെ വിഷയം. അത് തർക്ക വിഷയമേ അല്ല. അത് പറ്റുമെന്നതിൽ തർക്കമില്ല. പക്ഷേ ഇസ്ലാമിന്റെ സാങ്കേതിക അർത്ഥത്തിൽ അത് എല്ലാ ലഫ്ദിനുണ്ട്. പ്രാർത്ഥനയ്ക്ക് മാത്രമല്ല. നിസ്കാരം, സ്വലാത്ത്. എന്താ സ്വലാത്ത് പറഞ്ഞാൽ? ഭാഷയിൽ പ്രാർത്ഥിക്കുക. എന്താണ് നിസ്കാരം എന്ന് പറഞ്ഞാല്? തക്ബീറത്തുൽ ഇഹ്റാം കൊണ്ട് തുടങ്ങി സലാം കൊണ്ട് അവസാനിപ്പിക്കുന്ന പ്രത്യേക ഇബാദത്ത്. അതെല്ലാ വിഷയത്തിലും ഭാഷാർത്ഥവും സാങ്കേതിക അർത്ഥം ഉണ്ടാവും. അതിന് കിതാബൊക്കെ ഒന്ന് ഓതിപ്പടിക്കണം. സൗമ് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? മൗനം പാലിക്കുക എന്നാ. നോമ്പ് വെക്കുക മൗനം പാലിക്കലല്ല, അത് സാങ്കേതിക അർത്ഥമാണ്. രാവിലെ മുതൽ അഥവാ സുബിഹി മുതൽ വൈകുന്നേരം വരെ എല്ലാം ഒഴിവാക്കി നിൽക്കുക, അതിൽ നോമ്പ് പറഞ്ഞാല്. അപ്പൊ എല്ലാ വിഷയത്തിലും ഭാഷാർത്ഥവും സാങ്കേതിക അർത്ഥം ഉണ്ടാവും. അപ്പൊ പ്രാർത്ഥിക്കാൻ പറ്റുമെന്ന് പണ്ഡിതന്മാര് പറഞ്ഞോടത്തൊക്കെ ഓരെന്നെ പറഞ്ഞിട്ടുണ്ട്. അത് ഭാഷാപരമായ പ്രാർത്ഥനയാണ്. വെറും സഹായം തേടുക എന്ന അർത്ഥത്തിലുള്ള വെറും സഹായാർത്ഥന മാത്രമാണ് അവിടെ ലക്ഷ്യമാക്കിയത്, അല്ലാതെ പ്രാർത്ഥനയല്ല. ഇസ്ലാമിന്റെ സാങ്കേതിക ഭാഷയിൽ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ദൈവമാണെന്നും ഇലാഹാണെന്നും നിലക്കുള്ള ചോദ്യമാണ്. അത് അള്ളാഹുവിനോട് മാത്രമേ പറ്റൂ എന്നതാണ്. അതാ മൗലവി പറയുന്നുണ്ട്. ഇത് നമ്മളെ മൗലവിന്റെ ബുക്കാണ്, ആദർശ ഡയറി. ചെങ്ങലേരി മൗലവി അയാൾ പറയുന്നുണ്ട്, ബിദ്അത്ത് എന്ന അറബി പദത്തിന്റെ ഭാഷാപരമായ അർത്ഥം എന്ന് പറഞ്ഞിട്ട് പിന്നെ സാങ്കേതികപരമായ അർത്ഥം അതെല്ലാ വാക്കിനുണ്ടാവും. അപ്പൊ പ്രാർത്ഥന ഭാഷാപരമായി വെറും സഹായം തേടലിനും പറയും. അതാണ് പൊന്മള ഉസ്താദ് പറഞ്ഞത്, അതാണ് കൊട്ടപ്പുറം എന്ന ബുക്കിലുള്ളത്, അതാണ് ഹാഷിം നഈമിയുടെ ബുക്കിലുള്ളത്. അല്ലാതെ ഇതാണ് ദൈവമാണ് എന്ന നിലക്കുള്ള സാങ്കേതികാർത്ഥത്തിലുള്ള പ്രാർത്ഥന അള്ളാഹുവോടെ പറ്റുമെന്നതിൽ സുന്നികൾക്ക് രണ്ടഭിപ്രായമില്ല. നിങ്ങൾക്ക് എന്നെ പ്രാർത്ഥനകൾ ഇത് തിരിഞ്ഞിട്ടുമില്ല. ഇനി നിങ്ങൾ അതും കൂടി കണ്ടോളൂ. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല, നമ്മുടെ സമയാകുവാണ്. ഒന്നും കൂടി നിങ്ങൾ കണ്ടോളൂ. ഇപ്പൊ ലാസ്റ്റ് ഇവർക്ക് പറ്റിയ പണി എന്താണ്? അതും കൂടി കൊടുത്ത് നമുക്ക് വിടാം. എടുക്കാം നമ്മളെ സക്കരിയ സലാഹിനെ. ലാസ്റ്റ് എന്താണ് നിങ്ങൾ ചിന്തിക്കേണ്ടത്? ഇവർക്കിപ്പോ നിക്ക് പറയാനായിട്ടില്ല. ആയി തന്നെ പൊട്ടന്മാരെന്നാ പറയും. നോക്ക് നിങ്ങൾ, ഇവർക്ക് ഈ പറഞ്ഞ പണിക്കൊന്നും അറിഞ്ഞൂടാ. നമ്മളിപ്പോ ഇത് കൃത്യമായിട്ട് പറഞ്ഞു. പ്രാർത്ഥന എന്നാൽ എന്ത്? അത് അള്ളാഹുവിനോട് മാത്രം പറ്റുന്ന സാങ്കേതിക പ്രാർത്ഥന അള്ളാഹ്ക്ക് തന്നെ ആയത്തിൽ പറഞ്ഞത് അതാണ്. പിന്നെ നമ്മൾ എന്തിന് ഔലിയാക്കൾ അമ്പിയാക്കളോട് പറയുന്നു? നമ്മൾ പറഞ്ഞു അത് അവർ റബ്ബായിട്ടല്ല, അവർ ഇലാഹായിട്ടല്ല, മറിച്ച് അവർ അള്ളാന്റെ അടുക്കൽ സ്ഥാനമുള്ള ആളുകളാണ്. അത് മരണത്തിന്റെ ശേഷം അങ്ങനെ തന്നെയാണ്. അപ്പൊ നമ്മൾ അവരോട് സങ്കടം പറഞ്ഞാൽ അവർ നമുക്ക് വേണ്ടി ശുപാർശ ചെയ്യും. അപ്പൊ നമ്മൾ രക്ഷപ്പെടും. അതിനു വേണ്ടിയാണത്. അല്ലാതെ ഇവിടെ ശിർക്കിന്റെയോ ബിദ്അത്തിന്റെയോ ഒരു പ്രശ്നവും വരുന്നില്ല. അതുകൊണ്ടാണ് ഈസാ നബി പോലും ജാറത്തിന്റെ അടുത്ത് വന്ന് സഹായം തേടുമെന്ന് ഹബീബ് റസൂലുള്ളാഹി പറഞ്ഞത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതൊന്നും അംഗീകരിക്കാൻ കഴിയാത്ത ടീമിന് അവർ പരസ്പരം ഒന്ന് നന്നാവല്ലാതെ യാതൊരു രക്ഷയില്ല. കാരണം അവരെന്നെ തീരുമാനമായിട്ടില്ല എന്താ തൗഹീദ്.
തൗഹീദ് പറഞ്ഞു പറഞ്ഞ് അവസാനം സക്കരിയാസലായി മടവൂരികളെ തെറി വിളിക്കുന്നത് നിങ്ങളൊന്ന് കണ്ടോളൂ. മടവൂരികൾ നമ്മളെയല്ല വിളിക്കുന്നത്. ഇവര് തൗഹീദിന്റെ വിഷയത്തിൽ തന്നെ തെറ്റിയിട്ട് മടവൂരികളെ മുഴുവൻ തെറി സക്കരിയാസലായി. അതിന് കരിമ്പിലാക്കന്റെ മറുപടി ഉണ്ട്. രണ്ടും കൂടി നിങ്ങളൊന്ന് കണ്ടോളൂ. നല്ലതാണ്. തൗഹീദ് പറഞ്ഞ് നമ്മളെ കാഫിറാക്കി ഒടുവിൽ അവര് തമ്മിൽ തന്നെ തല്ലുന്ന, തെറി പറയുന്ന, പിടങ്ങിയാൽ തെറി പറയൽ മുനാഫിക്കിന്റെ ലക്ഷണമാണല്ലോ. ആ പ്രവർത്തനം ചെയ്തുകൊണ്ടിരിക്കുന്ന മൗലവി സക്കരിയയും അതിന് മറുപടി പറയുന്ന മടവൂർ നേതാവ് കരിമ്പിലാക്കലിനെയും നിങ്ങളൊന്ന് കാണുക. പൊട്ടന്മാരെ, പരമവിഡ്ഢികളെ, പൊട്ടന്മാരെ, കുതന്ത്രക്കാരെ, പോയത്തക്കാരെ, കാട്ടാളന്മാരെ, പരമവിഡ്ഢികളെ, മൈക്കകളെ, കുതന്ത്രക്കാരെ, പരമവിഡ്ഢികളെ, പൊട്ടന്മാരെ, നുണ പറയുകയാണ്. ഉളുപ്പുണ്ടോ? മടവൂരിയ വൃത്തികെട്ടവന്മാര്. ആസനത്തിൽ ഊതല് മടവൂരി നിൽക്കുക, CP ഊതുക, CP നിൽക്കുക, എന്നിട്ട് കരിമ്പിലാക്കൽ ഊതുക. ആസനത്തിൽ ഊതൽ അവതരിപ്പിക്കുന്നത് കരിമ്പിലാക്കൽ ഹുസൈൻ മടവും CP. ഹുസൈൻ മടവൂരിന്റെ ഒക്കെ നല്ലോണം പാക്ക് ചെയ്ത് കണ്ട് കഫൻ ചെയ്ത് കണ്ട് കൊണ്ടേ മറവീതറുണ്ട്. എന്താ സുല്ലമീൻ കാട്ടാളന്മാര് ചിരിക്കുന്നുണ്ടോ? എന്താ സുല്ലമീൻ കാട്ടാളന്മാര് ചിരിക്കുന്നുണ്ടോ? വിഡ്ഢികളെ, പരമവിഡ്ഢികളെ, പൊട്ടന്മാരെ, മടവൂരി പെണ്ണുങ്ങളും മടവൂരി ആണുങ്ങളും ഓരോന്നിന്റെ മുഖം കാണണ്ടീന്നു. മോന്തൊക്കെ ഒന്ന് കൊടുക്കാൻ എനിക്ക് തോന്നിയേ. കുറച്ച് മാന്യനായതുകൊണ്ട് ഞാൻ കൊടുത്തില്ല. ആ കൂട്ടത്തില് മടവൂരികളെ നേതാവാട്ടോ ഏറ്റവും വലിയ മാന്യനാണ് ഇയാള്. അപ്പോ ബാക്കി പിന്നെ നമ്മൾ പറയേണ്ടതില്ല. ഇഫ്തുർ റഹ്മാൻ തെറി പറഞ്ഞതിനോ അബ്ദുറഹ്മാൻ സറഫി ആ കൂടെ നിൽക്കുമ്പോൾ നമ്മളെ തെറി പറയുന്നതിനോ നമ്മൾ അത്ഭുതപ്പെടേണ്ടതില്ല. തെറി തന്നെ ഉണ്ടാവുള്ളൂ. തെറി മാത്രമല്ല, നമുക്ക് ആർക്കെങ്കിലും അഥവാ ഈ വിഭാഗത്തിൽപ്പെട്ട ഏതെങ്കിലും ഒരു ഘടകത്തിന്, ഒരു നല്ല കാര്യത്തിന് ആരെങ്കിലും ഒരു റിയാൽ തരാണെങ്കിൽ സമ്മതിക്കൂല. ഒരു നല്ല വാക്ക് പറയാനും സമ്മതിക്കൂല. നിങ്ങൾ ആലോചിച്ച് നോക്കി. ചില സന്ദർഭത്തിലൊക്കെ വന്ന് വലിയ മാന്യമായി, വളരെ മാന്യമായി, എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് പ്രസംഗിക്കുന്ന ആൾക്കാരുണ്ട്. അവർ നമ്മളെ കുറിച്ച് പറഞ്ഞാൽ എന്താ? തൗഹീദി പ്രബോധന രംഗത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഹുസൈൻ മടവൂരിന്റെ വിഭാഗത്തെ കുറിച്ച് പറഞ്ഞാൽ എന്താ? ഹുസൈൻ മടവൂരിന്റെ ആളുകളെ കുറിച്ച് ഒരു നല്ല വാക്ക് പറഞ്ഞാൽ അല്ല പൊറുക്കൂല. അവർക്കൊരു റിയാല് കൊടുത്താൽ അല്ല പൊറുക്കൂല. ഒരു ഉറുപ്പ്യ കൊടുത്താൽ അള്ളങ്ങളെ വിടൂല. അങ്ങനെ വിടാതെ പിടിച്ചുകൊണ്ട ആളുണ്ട്. ഉപരങ്ങൾ കണ്ടോളി. നല്ലതാ. വാചകം കൊണ്ട് പോലും സപ്പോർട്ട് ചെയ്താൽ പഠിച്ചോങ്ങളെ വിടൂല. മടവൂർ ഗ്രൂപ്പിന്റെ ആളുകൾ ഒരു വാചകം കൊണ്ട് പോലും പ്രശംസിച്ചാൽ അള്ളാഹുങ്ങളെ വിടൂല. ഒരു ഉറുപ്പ്യർക്ക് റിയാലി സംഭാവനയായിട്ട് കൊടുത്താൽ ആ സംഭാവന പഠിച്ചോ കൊടുക്കൂല. അത്ര വലിയ തിന്മയിലേക്കാണ് ഇവർ കൊണ്ടുപോകുന്നത്. മുജാഹിദ് പ്രസ്ഥാനത്തിന് ഒരു ഉറുപ്പ്യ കൊടുത്താൽ, ഒരു റിയാല് കൊടുത്താൽ, ഒരു നല്ല വാക്ക് പറഞ്ഞാൽ അള്ളങ്ങളെ വിടൂലാന്നാണ്. ഇയാളിപ്പോ അടുത്തവിടെ വന്നു പോയിന്. മൂപ്പർക്ക് പല ജാതി ഫത്വയുണ്ട്. കണ്ണൂർ ജില്ലയിൽ ഇപ്പൊ അടുത്ത ദിവസം മൂപ്പർ പ്രസംഗിച്ച എന്താണെന്നറിയാം? ഇവര് 2-3 പുറത്താക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. ആ പുറത്താക്കാൻ വേണ്ട തീരുമാനത്തെ കുറിച്ച് മൂപ്പര പ്രസ്താവന എന്താ? ആദം നബിയെ വരെ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കിയിട്ട് ചെയ്യുന്നു. അപ്പൊ ഈ KK സക്കറിയയും അതുപോലെ മുജാഹിദും മറ്റേ ചങ്ങായിമാരെല്ലാം കൂടി കൂടിയിരിക്കണ ആ കേന്ദ്രത്തിന്റെ പേര് എന്താ? സ്വർഗം. ഇതാണ് സ്വർഗം. പണ്ടൊരു ചങ്ങാതി എന്താണ് നിസ്കരിക്കാത്ത ചോദിച്ചു. അപ്പൊ ഓന്റെ മറുപടി എന്താ? എന്താ നിസ്കരിച്ചിട്ട് എന്താ കാര്യം? നിസ്കാരം, നോൽമ്പും സക്കാത്തും ഹജ്ജൊക്കെ ഉണ്ടായപ്പോ എന്താ കാര്യം എന്ന് ചോദിച്ചു. അവനൊരു സ്വർഗം കിട്ടാന്. അതുകൊണ്ടാ ഞാൻ ചെയ്യാത്തത്. എന്താ കാരണം? എന്റെ പമ്പറന്നോലുണ്ടല്ലോ, ഓള് ഈ പണിയൊക്കെ ചെയ്യുന്നുണ്ട്. ഇങ്ങോട്ട് ഓട് സ്വർഗത്തേക്ക് പോയാലും അവിടെ തന്നെ എനിക്കും സീറ്റുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് ആ സ്വർഗം? ഏതാണ്ട് ഇവരെല്ലാം കൂടി കുത്തറക്കണ ഈ സ്ഥലമാണ് പോലും സ്വർഗം. പിന്നെ മൂപ്പറത്ത് പല പത്തുവുണ്ട്. സുലൈഖ ബീവിന്റെ പത്തുവുണ്ട്, യൂസുഫ് ദബിന്റെ പത്തുവുണ്ട്. അങ്ങനെ ഇനിയിപ്പോ പിന്നെ കുപ്പായ മുന്നിലോ പിന്നിലോ കീറിയതെന്ന് മാത്രമേ നോക്കണ്ടുള്ളൂ. ബാക്കിയുള്ളൊക്കെ റെഡി ആയിട്ടുണ്ട്. എല്ലാത്തിനും 10 വേണം. കുറച്ച് കഴിഞ്ഞാൽ മറിയം ബീവിന്റെ 10 പറക്കാഞ്ഞാൽ മതി. കാരണം അവർക്ക് ഈ ഖുർആനിലൊക്കെ തെളിവുണ്ടല്ലോ. എന്തൊരു കഷ്ടം. ആ 10 വേണം ഇൻഷാല്ലാ നാളെ ഇവിടെ കാണിക്കാം. വിചാരിച്ചു നാളെ സ്ത്രീ ജുമാഅത്താണല്ലോ. ഏത് വിഷയം പറഞ്ഞാലും അവർക്ക് വലിയ ബേജാറൊന്നുമില്ല. പക്ഷെ പെണ്ണുങ്ങളെ പള്ളിയിൽ കൊണ്ടുപോകേണ്ട ഭയങ്കര ഗതികേടാണ്. അപ്പൊ ബാലുശ്ശേരിന്റെ പെണ്ണ് കാണലടക്കം ഇൻഷാ അല്ലാ സ്ത്രീകളെ ഏതൊക്കെ രൂപത്തിൽ മുജാഹിദുകൾ മലിനമാക്കുന്നു എന്നതിന്റെ ഏറ്റവും പ്രകടമായ തെളിവുകൾ ഇൻഷാ അല്ലാ നാളെ പറയും. അള്ളാഹു തൗഫീക്ക് നൽകുമാറാകട്ടെ.
ഇനി ചോദ്യത്തിനുള്ള അവസരം നമ്മുടെ സമയമായതുകൊണ്ടാണ് നിർത്തിയത്, വിഷയം തീർന്നതുകൊണ്ടല്ല. അതുകൊണ്ട് ആർക്കെങ്കിലും ഇപ്പോൾ ചോദിച്ച വിഷയവുമായി ബന്ധപ്പെട്ട് ചോദ്യങ്ങളുണ്ടെങ്കിൽ മുന്നോട്ട് വരാം. മുഖാമുഖത്തിന്റെ സമയമാണ്, കൂടുതൽ നീട്ടിക്കൊണ്ടുപോവുകയില്ല. ഇൻഷാ അല്ലാഹ് സ്ത്രീ ജുമുഅ ജമാഅത്തും സ്ത്രീ ഇസ്ലാമിൽ എന്ന ഏറ്റവും മുഖ്യ വിഷയമാണ് നാളെ നമ്മുടെ ചർച്ചയിൽ. അപ്പൊ അതുകൊണ്ട് എല്ലാവരും നേരത്തെ എത്തുക. ചോദ്യകർത്താക്കളുണ്ടെങ്കിൽ ഇപ്പോൾ മുന്നോട്ട് വരാകുന്നതാണ് എന്ന് ഓർമ്മപ്പെടുത്തുന്നു. ഒന്ന് പറയും പറഞ്ഞോളൂ. ജനങ്ങൾക്ക് വേണ്ട വ്യക്തമാകാൻ വേണ്ടിയിട്ടാണ്. അല്ല, ഇയ്യാക നസ്തഈനിന്റെ അർത്ഥം നിന്നോട് മാത്രം സഹായം തേടുന്നു. ഏത് വിഷയത്തിലാണ് ആ സഹായം തേടുന്നത്? ഏത് വിഷയത്തിലാണ്? ഏത് വിഷയത്തിലായിക്കോട്ടെ. അല്ല, ഏത് വിഷയത്തിലാണ് ഇപ്പൊ നമ്മൾ പറയുന്നത്? അല്ല, ഉദാഹരണമല്ല, ഏത് വിഷയത്തിലാണ് ഈ സഹായം അത് പറയും. ഇപ്പൊ സ്വർഗം വേണം. അല്ല മോനെ, അതൊക്കെ ഉദാഹരണം. അപ്പൊ എല്ലാ വിഷയത്തിലുമാണെന്ന് അർത്ഥം. ഉറപ്പല്ലേ? എല്ലാ വിഷയത്തിലും അങ്ങനെയാണ്. അത് ഞാൻ പറയല്ല, നിങ്ങളെല്ലാം എല്ലാവരും ഐ ഫി ഉമൂരിന കുല്ലിഹ എന്നാണ് ഇമാം ഇബ്നു കസീർ അതിന്റെ തഫ്സീറിൽ പറഞ്ഞത്. അവിടെയാണ് മുജാഹിദിന് തെറ്റിയത്. ഓരവിടെ എന്ത് ചെയ്തു എന്ന് പറയും, എല്ലാ വിഷയത്തിലും നല്ല മുജാഹിദിന്റെ വ്യാഖ്യാനത്തിലുണ്ട്. നിങ്ങൾ എടുത്തു നോക്ക്, എന്റെ വണ്ടിയിലുണ്ട് എന്റെ പരിഭാഷ, ചെറിയ മുണ്ടത്തിന്റെ. അതിലെഴുതിയത് മനുഷ്യന്മാർക്ക് കഴിയാത്ത കാര്യങ്ങൾ, മനുഷ്യ കഴിവിന് അപ്പുറത്തുള്ള കാര്യങ്ങളിൽ അള്ളാഹിനോട് മാത്രം. അങ്ങനെ അല്ല, എല്ലാ വിഷയത്തിലും അള്ളാഹിനോട്. ഇതാണ് ശരി, നിങ്ങൾ പറഞ്ഞതാണ് ശരി. അതാണ് ഖുർആന്റെ വ്യാഖ്യാതാക്കളൊക്കെ പറഞ്ഞത്. അപ്പൊ എല്ലാ വിഷയം ആരോടെ ചോദിക്കാൻ പാടുള്ളൂ? അള്ളാഹിനോട്. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, അത് വിശ്വസിച്ച ഒരാൾ ഡോക്ടറെ അടുത്ത് പോകുന്നത് അതനുസരിച്ച് വൈരുദ്ധ്യമാകൂലേ? ചോദിക്കുകയാണെങ്കിൽ അത് ഭൗതികമായ ഒരു കാര്യമാണ്. ഭൗതിക അവിടെ പറഞ്ഞിട്ടില്ല. അതിനാ ഞാൻ ആദ്യത്തെ ചോദിച്ചത്. ഭൗതിക ഭൗതികം വ്യത്യാസം ഖുർആൻ പറഞ്ഞിട്ടില്ല. ഇയ്യാക നസ്തഈൻ എന്ന് പറഞ്ഞാൽ ഐ ഫി ഉമൂരിനാ കുല്ലിഹ, എല്ലാ വിഷയത്തിലും ഭൗതികത്തിലും അഭൗതികത്തിലും ഒക്കെ അള്ളാഹിനോട് അതിന്റെ അർത്ഥം. അങ്ങനല്ലേ? അങ്ങനെയാണ്. അവനെ ഡോക്ടറോട് എങ്ങനെ ചോദിക്കാം? പറഞ്ഞോളൂ, എങ്ങനത്തെ ചോദിക്കാം? ഡോക്ടറോടും ചോദിക്കാൻ പാടില്ല എന്നാണോ പറയാ? അതിന്റെ അർത്ഥം എങ്ങനെയാണ്? അത് തെറ്റിച്ചതാണ് പാക പ്രശ്നം. വിചാരികൾ അത് തെറ്റിച്ചു. അത് എന്തിന് തെറ്റിച്ചു? അപ്പൊ ഞാൻ പറഞ്ഞുതരാം. ഡോക്ടറോട് ചോദിക്കുമ്പോൾ നമ്മളെ വിശ്വാസം എന്താണെന്നറിയും? ഡോക്ടറല്ല സഹായിക്കുന്നതാണ്. പിന്നെ ഡോക്ടറുടെ മരുന്ന് ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ട്. ഡോക്ടറുടെ മരുന്ന് അതിന്റെ കാരണമാണ്. നിങ്ങൾ ചോദിച്ചത് വളരെ നന്നായി. ഞാൻ പറയാൻ നേരത്തെ പറഞ്ഞാണ്, വിചാരിച്ചതാണ്. ഡോക്ടറുടെ മരുന്ന് കാരണം ആ രോഗത്തെ മാറ്റുന്നവൻ അള്ളാഹുവാണ് എന്ന് പറഞ്ഞ പോലെ ഇയ്യാക നസ്തഈൻ എന്നതിന്റെ അർത്ഥം അടിസ്ഥാനപരമായ എല്ലാ സഹായവും അള്ളാഹുവിൽ നിന്നാണ്. അതുകൊണ്ട് മുഹിയുദ്ദീൻ ശൈഖിനോട് തേടുമ്പോഴും അള്ളാഹുവിന്റെ റസൂലിനോട് തേടുമ്പോഴൊക്കെ യഥാർത്ഥത്തിൽ സഹായമാരനെ അള്ളാഹുവാണ്. ഇവര് കാരണമായി അള്ളാഹു സഹായിക്കുന്നു. ഇവര് സഹായിക്കുകയാണെങ്കിൽ തന്നെ അത് യഥാർത്ഥത്തിൽ അള്ളാഹുവിന്റെ സഹായമാണ്. അതാണ് ഇയ്യാക നസ്തഈൻ എന്ന വാക്കിന്റെ അർത്ഥം. അത് നമ്മൾ ഉൾക്കൊള്ളുന്നു. ഭൗതികത്തിലും അഭൗതികത്തിലും ഒക്കെ അങ്ങനെയാണ്. അതുകൊണ്ടാണ് ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന് പറഞ്ഞ അതേ ഖുർആൻ തന്നെയാണ് സൂറത്തു മാഇദയിൽ എന്ത് പറഞ്ഞത്? ഇന്നമാ വലിയുക്കുമുല്ലാഹു, നിങ്ങളെ സഹായിക്കുന്നത് അള്ളയാണ്, റസൂലാണ്, മുഅ്മിനീങ്ങളാണ് എന്ന് അതേ ഖുർആൻ തന്നെയാണല്ലോ പറഞ്ഞത്. അപ്പൊ രണ്ടും രണ്ട് സഹായമാണ്. അടിസ്ഥാനപരമായ സഹായം അള്ളാഹുവിൽ നിന്ന്, അതേ സമയത്ത് മറ്റുള്ളവർ അതിന്റെ കാരണങ്ങളാകാം. രണ്ടും എതിരല്ല.